ആ സുഷുപ്തിയിൽ ഉണ്ടാവുന്ന ആനന്ദത്തിനൊരു മറ ഉണ്ട്, അജ്ഞാനത്തിനൊരു മറ ഉണ്ട്. ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോഴും ഈ ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലോ നമ്മൾ ആരായി? ജീവൻ മുക്തനായി. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ, യോഗയിലിരിക്കുമ്പോൾ മാത്രം കിട്ടിയാൽ പോരാ, ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ജീവൻ മുക്തനാണ്. അതാണ് യോഗദർശനത്തിലെ സമാധിയും വേദാന്തത്തിലെ ജീവൻ മുക്തിയും തമ്മിലുള്ള വ്യത്യാസം. യോഗദർശനത്തിലൂടെ പോയാൽ കിട്ടുന്ന ആ സമാധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന് ധ്യാനിക്കാൻ നല്ല സൗകര്യം വേണം, നല്ല ഇങ്ങനെയുള്ള പോലെ ഹാളൊക്കെ വേണം, നല്ല ഫാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇരുന്നും കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? യോഗിക്ക് ആ സമാധിയിലിരിക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ജീവൻ മുക്തനോ വേദാന്തിക്കോ ഏത് ബഹളത്തിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും അദ്ദേഹം എങ്ങനെയാണ്? യുദ്ധം ചെയ്യുമ്പോഴും. ശ്രീകൃഷ്ണൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ പോലും ശാന്തി, ആനന്ദം അനുഭവിക്കാൻ. അതാണ് ശ്രീകൃഷ്ണൻ ഈശ്വരനാവാനുള്ള കാരണം. ഏത് യുദ്ധക്കളത്തിൽ വെച്ചും ഉപനിഷത്ത് തത്വങ്ങളിൽ ഉറച്ചിരിക്കാൻ ഭഗവാന് സാധിക്കുന്നു അല്ലേ? ചമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തളിച്ചതും ആയുധം കയ്യിലേന്താതെ അതർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തെളിച്ചതും അത്തേർ തടത്തിൽ നിന്നും കൊണ്ടതിമഞ്ജുള ഭാഷയിൽ അഖിലോപനിഷത്സാരം അന്നരഞ്ഞരുൾ ചെയ്തതും. ആയുധം കയ്യിലെടുക്കാതെ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇരുന്നും കൊണ്ടും ഭഗവാന് ശാന്തി, ഉപനിഷത്തിൽ പറഞ്ഞ ശാന്തി അനുഭവിക്കാൻ കഴിഞ്ഞു. സാരഥിയായിട്ടിരിക്കുമ്പോഴും ഒരു പരിഭ്രമവും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. ഇതാണ് ജീവൻ മുക്തൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത് എളുപ്പമല്ല. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് എന്തില്ല? അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജഗത്തും ഇല്ല, ഈശ്വരനും ഇല്ല. ഞാൻ തന്നെ ആരായി? ഈശ്വരനായി. ഭഗവാൻ തന്നെ ഞാനും ഭഗവാനും രണ്ടല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ത്വദ്ദത്തയാ വയുനയേദമചഷ്ട വിശ്വം സുപ്ത പ്രബുദ്ധ ഇവ നാഥ ഭവൽപ്രപഞ്ഞ തസ്യാപവർഗ്യശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദ കഥമാർത്തബന്ധോ. അധികം വിശദീകരിക്കാനില്ല ഈ ഒരു ശ്ലോകത്തിൽ. ത്വദ്ദത്തയാ വയുനയേദമചഷ്ട വിശ്വം, ഭഗവാൻ കൊടുത്ത ആ ബുദ്ധി കൊണ്ടാണ്. വയുന എന്ന് പറഞ്ഞ അർത്ഥം, വയുന എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തി അഥവാ ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാൻ കൊടുത്ത ആ ജ്ഞാനശക്തിയാൽ ഭഗവാനെ ശരണം പ്രാപിച്ച ആ ബ്രഹ്മാവ് സുപ്തപ്രബുദ്ധ ഇവ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞവൻ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുമല്ലോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ തന്നെയല്ലേ എന്നും ചെയ്യുന്നത്. പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്നും ചെയ്യുന്നു. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഇതേപോലെ കഴിഞ്ഞ കൽപ്പത്തിലുള്ള ബ്രഹ്മാവ് എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ ഈ കൽപ്പത്തിലും ബ്രഹ്മാവ് ആവർത്തിക്കുന്നു. ഭഗവാൻ കൊടുത്ത ജ്ഞാനശക്തിയാൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ, മായയുടെ ആ ഒരു കടാക്ഷത്താൽ, അതന്നെയാ ഭഗവാന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ. മായയാലാണല്ലോ ഈ സൃഷ്ടി ഉള്ളത്. അപ്പം മായയുടെ ആ സഹായം കൊണ്ട് ബ്രഹ്മാവിലും എന്തുണ്ട്? മായയുടെ അംശമുണ്ട്. രജോ ഗുണമാണ് ബ്രഹ്മാവിലുള്ളത്. ആ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ജഗത്തിനെയൊക്കെ സൃഷ്ടിക്കുന്നു, ലോകത്തെ സൃഷ്ടിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആപവർഗ്യ ശരണം. ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തന്മാർക്ക് പോലും ശരണമാണ്. അപവർഗം വെച്ചാൽ മോക്ഷമാണ്. മോക്ഷത്തിൻ്റെ ഒരു പര്യായമാണ് അപവർഗം. പവർഗങ്ങൾ ഏതൊക്കെയാണ്? പ, ഭ, ബ, ഭ, മ. ഇതാണ് പവർഗങ്ങൾ. ഓരോരോ അക്ഷരങ്ങൾ ഓരോരോ വിഷയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ എന്ന് പറഞ്ഞാൽ പാപം, ഭ എന്ന് പറഞ്ഞാൽ ഫലം, പാപ. ബ പറഞ്ഞാൽ ബലം, ഭ എന്ന് പറഞ്ഞാലോ ഭയം, മ പറഞ്ഞാൽ മരണം. ഈ ഒരു ഇതാണ് പവർഗങ്ങൾ. അപവർഗത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാലോ ഇതിൽ 4 പവർഗങ്ങളും 4 അക്ഷരങ്ങളും ഇല്ലാതെയായി. ഒരക്ഷരം അല്ല, എല്ലാം ഇല്ലാതെയാവും തന്നെ. അതാണ് അപവർഗം എന്ന് പറഞ്ഞാൽ. പ എന്ന് പറഞ്ഞാൽ പാപം. മോക്ഷത്തിലേക്ക് എത്തിയാൽ പിന്നെ പാപവും പുണ്യവും ഒന്നുമില്ല. പാപം പോയി. പാപം. ഭ ഫലം, കർമ്മത്തിൻ്റെ ഫലം, അതും പോയി. പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മം ഇതൊക്കെ നീങ്ങിയില്ലേ. മുക്തനായാൽ ആ പൂർവജന്മാർജിത കർമ്മങ്ങളൊക്കെ അവസാനിച്ചു.
പാപ്പ ബ ബലം. ബലം ഇല്ലാതെയാവല്ല, ഞാൻ ബലം ഇല്ലാത്തവനാണ് എന്നുള്ള ആ തോന്നൽ പോയി, അത് പോയി. മുക്തനായാൽ എല്ലാ ബലവും തന്നിലുണ്ട്. കായിക ബലമല്ല, ആനന്ദം തന്നെ അവിടെ അർത്ഥം പറയാം. ബലം, കായിക ബലമുണ്ട്. കായിക ബലമുള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ വിജ്ഞാനത്തിലേക്ക് എത്തിയവർക്ക് നല്ല കായിക ബലമുണ്ട്. ആലോചിച്ച് നോക്കൂ, നല്ല ധീരന്മാരായിരിക്കും അവർ. അലക്സാണ്ടർ ചക്രവർത്തി തന്നെ വന്നിട്ട് ഒരു സന്യാസിയോട് പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു, അലക്സാണ്ട്രിയയിലേക്ക് വരണം എന്ന് പറഞ്ഞു, മാസിഡോണിയയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാളിങ്ങനെ ഉയർത്തി അലക്സാണ്ടർ ചൊല്ലിയാണ്, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോശോഷ്യവച എന്ന ആ ശ്ലോകം ചൊല്ലി അദ്ദേഹത്തിൻ്റെ ആ ശക്തിയുടെ മുമ്പിൽ മാനസികവും ശാരീരികവും, അത് മനസ്സിൻ്റെ ശക്തി ശരീരത്തിനും ഉണ്ടാവുമല്ലോ, സംശയമൊന്നുമില്ല. ആ ശക്തി കാരണം അലക്സാണ്ടർ പരാജയപ്പെട്ടു. അദ്ദേഹം അവിടെ നമസ്കരിക്കുകയാണുണ്ടായത്. അതാണ് ബലം ഉണ്ടാവും എന്നർത്ഥം. ആത്മജ്ഞാനികൾക്ക് നല്ല ബലം ഉണ്ടാവും, അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ഭയം പോലും ഉണ്ടാവില്ല. അതൊക്കെ ആ സത്യമാണ് ഞാൻ ഈശ്വരൻ, ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന് ധരിക്കാത്തവർക്കാണ് ഭയമൊക്കെ ഉണ്ടാവുന്നത്, ഭയവും മരണഭയവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം നമുക്കിപ്പം ഭയം ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്നാണ് അർത്ഥം. പൂർണ്ണമായും മുക്തനായാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ഭയവും ഉണ്ടാവില്ല. അപ്പോൾ പാപം, ബലം, ദുർബലനാണ് എന്നുള്ള ആ അവസ്ഥ നീങ്ങുന്നു. പിന്നെ ഭയം, ഭയം നീങ്ങുന്നു. മരണം, മരണം, മരണത്തെയും അതിക്രമിക്കുന്നു. മൃത്യോർ മുക്ഷീയ മാം ഋതാത് എന്ന് പറയുന്നില്ലേ, മൃത്യോർ മുക്ഷീയ, മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കണേ. അവിടെ ആ മന്ത്രത്തിന് ലൗകികമായ അർത്ഥം ദീർഘായുസ് ഉണ്ടാക്കി തരണേ എന്നാണ് അർത്ഥം, ലൗകികാർത്ഥത്തിൽ. ആധ്യാത്മികമായി പറയുകയാണെങ്കിലോ ത്രയംബക മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? മൃത്യുവിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ സത്യസ്വരൂപത്തിലേക്ക് എത്തിക്കണേ. ഋതേന, സത്യത്തിൻ്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്ന എന്നെ, ഋതത്തിൻ്റെ മാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ മൃത്യുവിൽ നിന്ന് മോചിപ്പിച്ച് പരമമായ ആ പദത്തിലേക്ക്, ഈശ്വരനിലേക്ക് ഉയർത്തണേ. ശിവനായാൽ പിന്നെ മരണമുണ്ടോ? ഇല്ല, ശിവഭാവത്തിലേക്ക് എത്തിക്കണേ. അപ്പം അങ്ങനെയുള്ളവർ പോലും, അങ്ങനെ ശിവഭാവത്തിലേക്ക് ഉയർന്ന പരമാത്മസ്വരൂപത്തിൽ ഉറച്ചവർ പോലും ആരെ വിചാരിക്കുന്നു? ഭഗവാനെ വിചാരിക്കുന്നു. അവർക്ക് വിചാരിക്കാൻ വേറൊന്നുമില്ല, എങ്കിലും അവർ ഭഗവാനെ, സർവവും ഭഗവാൻ തന്നെയായി കാണുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, ആർത്തബന്ധോ, ദുഃഖിതന്മാരുടെ ബന്ധുവായിരിക്കുന്നവനെ, എന്നിൽ എല്ലാ സമയത്തും അങ്ങയെ ഒരിക്കലും മറക്കാൻ കഴിയരുതേ. അങ്ങയുടെ മറന്നു നടക്കുന്നവരാരാണ്? അങ്ങയുടെ മഹിമ, ഭഗവാനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ഭഗവാനെ മറക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, ഭഗവാന്റെ ശക്തിയായ ബ്രഹ്മാവിൻ്റെ ഏർപ്പാടാണ് ഈ കാണുന്ന വിശ്വം. ഇത് കണ്ടാൽ തന്നെ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? എന്നിട്ടും ഭഗവാനെ മറക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ? അവർ കൃതഘ്നന്മാരാണ് എന്ന് പറയാണ്. അവർ കൃതഘ്നന്മാരാണ്. എങ്ങനെയാണ് ഭഗവാനെ മറക്കുക? എന്തിലും ഭഗവാനെ കാണും, എന്ത് നോക്കുമ്പോഴും ഭഗവാന്റെ മഹിമ അവിടെ പ്രകടമാണ്, ഏത് കാര്യത്തിലും അല്ലേ, ഏത് വിഷയത്തിലും. ഇപ്പം നമ്മൾ പറയും തീവണ്ടി, ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് അതിഗംഭീരാണ്. അതുപോലെ കടൽപ്പാലം അതിഗംഭീരമായ നിർമ്മാണമാണ് ഒക്കെ നമ്മൾ പറയും. കടൽപ്പാലം ഉണ്ടായി, ചന്ദ്രനിൽ പോയി, ഇനി നാസ എവിടെ വരെ പോയി? ചൊവ്വ വരെ പോയില്ലേ? അല്ലെ, ഭാരതവും പോയി ചൊവ്വയിൽ അല്ലേ, മംഗളയാൻ അല്ലേ, പോയില്ലേ? ഇല്ലേ, പോവും, പോയിട്ടില്ലേ? മംഗളയാൻ ചൊവ്വയിലെത്തിയിട്ടില്ലേ? അതെ, ഇങ്ങനെയൊക്കെ. ഇനി ചന്ദ്രനിൽ തന്നെ മനുഷ്യൻ ആളെ കൊണ്ടുപോയിട്ട് ആളിറക്കി, അമേരിക്ക ഇറക്കി, നമ്മൾ ഇറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നല്ല ബുദ്ധി, നല്ല ശക്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ബുദ്ധിയും ശക്തിയൊക്കെ മനുഷ്യന് വെച്ചു കൊടുത്തത് ആരാണ്? ഭഗവാനല്ലേ. ഈ ബുദ്ധിയായും ശക്തിയായിട്ടൊക്കെ ഇരിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ മഹിമ എത്രത്തോളം ഉണ്ട്? ഈശ്വരൻ്റെ മഹിമയാണ് ഇവിടെ മുഴുവനുള്ളത്. എന്നിട്ടും ഈശ്വരനെ മറക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് കൃതജ്ഞന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശരിക്കും ഈശ്വര നിഷേധികളാവാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വേദാന്തപരമായി ചിന്തിച്ചാൽ ഈശ്വര നിഷേധികളാവാനാണ് ഏറ്റവും പ്രയാസം. വെറുതെ ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് ഈശ്വരനെ നിഷേധിക്കാൻ കഴിയും. പക്ഷേ വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന, ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്ന ആ ഈശ്വര തത്വത്തെ നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല.
വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന ശിവപുരാണം ആയിക്കോട്ടെ, ഭാഗവത ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഈ ഗ്രന്ഥങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആ ഈശ്വര തത്വത്തെ നിഷേധിക്കാൻ കണ്ണുള്ളവർക്ക് സാധിക്കില്ല. ലേശ ആലോചന ഉള്ളവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ ഈശ്വര ഭാവം തന്നെ. ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും നിയാമക ശക്തിയായി നിൽക്കുന്ന അവിടുത്തെ മഹിമ അത് കണ്ടിട്ടും മനസ്സിലാക്കാത്തവരുടെ കാര്യം എന്ത് പറയാനാണ്? ഭക്തന്മാർ മാത്രമല്ല, മുക്തന്മാർ പോലും ഭഗവാന്റെ പാദത്തെയാണ് ആശ്രയിക്കുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നൂനം വിമുഷ്ടമതയസ്തവമായയാത്തെ യേ ത്വാം ഭവാപ്യ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യം ഇച്ഛന്തി യൽ സ്പരിശജം നിരയേപി നൃണാം. വായിക്കാം. നൂനം വിമുഷ്ടമതയ തവ മായയാ തേ യേ ത്വാം ഭവാപ്യ വിമോക്ഷണമന്യഹേതോഃ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യം ഇച്ഛന്തി യൽ സ്പരിശജം നരകേപി നൃണാം. എന്ന് പറഞ്ഞാൽ യാതൊരുത്തർ, യാതൊരാളുകളാണോ. ഭവാപ്യ വിമോക്ഷണം. ഭവാപ്യം ച ജന്മമരണങ്ങളിൽ നിന്ന്. ജന്മം, ജരാ, മരണം ഇതൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നത് തന്നെയല്ലേ അല്ലേ? ഒരർത്ഥത്തിൽ പറയുക ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദുഃഖമാണ്. ജനിക്കുന്നതിനേക്കാൾ ദുഃഖമാണ് വൃദ്ധനായി കഴിഞ്ഞാൽ ജരാനരകളൊക്കെ ബാധിക്കുക എന്ന് പറഞ്ഞാലോ അതിലേറെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഇരിക്കുന്നവർക്കല്ലോ പറഞ്ഞത്. ചിലർക്ക് വലിയ ദുഃഖമാണ്. ജര വന്നു എന്നൊക്കെ വരുമ്പോഴത്തേക്കും വലിയ ദുഃഖമായി. നര വന്നു എന്ന് കാണുമ്പോഴോ അതിലേറെ ദുഃഖമായി. ജര, നര, അതുപോലെ മരണമോ അത് അതിലേറെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ അല്ലേ? ലോകത്തിൽ ഏറ്റവും അധികം ചിലവാകുന്ന അരിയിനേക്കാളൊക്കെ അധികം കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ എന്താണ് പ്രായമായത് ആയില്ല എന്ന് കാണിക്കാനുള്ള അനവധി മാന്ത്രിക വിദ്യകളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ധാരാളം പൗഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് അതാണ് കൂടുതൽ ആൾക്കാരും വാങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. എത്രയാ കച്ചവടം നടക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അധികം ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങാൻ കാരണം എന്താണ്? ജര ആവരുത്, നര ആവരുത്, എപ്പോഴും യുവാവായിട്ടിരിക്കണം എന്നാണ് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ സംസാര ദുഃഖം ഈ പ്രഹ്ലാദൻ തന്നെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. യസ്മാൽ പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിന. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പ്രിയങ്ങളൊക്കെ പോകുന്നതാണ്. പ്രിയാപ്രിയ വിയോഗ സയോഗ ജന്മ. പ്രിയങ്ങളുടെയൊക്കെ വിയോഗം, അപ്രിയങ്ങളുടെയൊക്കെ സംയോഗം. പ്രിയപ്പെട്ടതൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്രിയങ്ങളായ കാര്യങ്ങളൊക്കെയോ നമ്മളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും. ഇതാണ് സംസാരത്തിൻ്റെ അവസ്ഥ. ഈ സംസാര ദുഃഖം ഇല്ലാതെയാക്കാൻ എന്താ വഴി? ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ എന്ത് മനസ്സിലാവും? ഭഗവാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് തിരിച്ചറിയും. അങ്ങനെ മായയിൽ നിന്ന് ഉണർന്നാലോ പിന്നെ ഭഗവാനേ ഉള്ളൂ, കേവലമായ ആ സത്യം മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കുന്നവർക്ക് സംസാരവും ഇല്ല, സംസാര ദുഃഖവും ഇല്ല. അപ്പം അങ്ങനെ മായയെ തന്നെ ഇല്ലാണ്ടാക്കി തരാൻ ഭഗവാനെ സേവിച്ചാൽ സാധിക്കും. പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഭഗവാനെ ആശ്രയിച്ചാൽ സംസാരസാഗരത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ സാധിക്കും. എന്നിട്ടും ആളുകൾ എന്താ ചെയ്യുന്നത്? ഗുണപോപഭോഗ്യം എന്ന് പറഞ്ഞത് അർത്ഥം ജഡശരീരത്തിൽ അനുഭവയോഗ്യമായിരിക്കുന്നത് എന്നർത്ഥം. അതിനർത്ഥം മായ കാരണം എന്തായിത്തീരുന്നു? ഇന്ദ്രിയങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതാണ് ഭഗവാനെ കിട്ടിയാലും ആളുകൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ഭഗവാൻ അടുത്തുണ്ടായാൽ പോലും, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും വരം വാങ്ങുക? അധിക ആളുകളും എന്തായിരിക്കും വാങ്ങുക? മോക്ഷം വേണമെന്നാണോ പ്രാർത്ഥിക്കുക? അതാവോ പ്രാർത്ഥിക്കുക? ഭഗവാനോട് പറയുക. അധികം എന്തായിരിക്കും? ഒന്നാമത് ഞാൻ മരിക്കരുത്, ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുക. ആദ്യം ഹിരണ്യകശിപുമാരാവും നമ്മളൊക്കെ ഓരോരുത്തരും, സംശയമൊന്നുമില്ല. ഹിരണ്യകശിപുവിനെ പോലെ ആവുക ചെയ്യുക. ഹിരണ്യകശിപുവിന് കിട്ടിയ വരമൊക്കെ നമുക്കാർക്കും കിട്ടിയിട്ട് ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാവും ഉണ്ടാവുക? മരണഭയല്ലേ നമ്മളൊക്കെ ഒരു തരത്തിൽ പറയച്ചാൽ പലരുടെയും കീഴിൽ നിൽക്കാനും പല കാര്യങ്ങളുടെയും
ഉള്ളിൽ നിൽക്കാനും ഒക്കെ കാരണം എന്താണ്? മരണഭയം ഉള്ളത് കൊണ്ടല്ലേ. മരണമില്ല, ഒരാൾക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കണ്ടാൽ ഇപ്പോൾ നമ്മൾ ഹിരണ്യകശിപുവിൻ്റെ ഏട്ടനായി ഉണ്ടാവും എന്ന് തോന്നുന്നു. അത്ര അപകടമായി മാറും. ഇതിപ്പം പല നിയന്ത്രണങ്ങളും നമുക്കുള്ളത് കൊണ്ടാണ്. ഒന്നാമത് മരണം, പിന്നെ ശക്തി, ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതലുള്ളവർ വേറെ ലോകത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ശാന്തന്മാരായിട്ടിരിക്കാൻ കാരണം. ഏറ്റവും അധികം ശക്തി നമുക്കുണ്ട്, ഏറ്റവും അധികം അധികാരം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ അധികാരവും നമ്മുടെ കൂടെയാണ്, ഒരാൾക്കും തന്നെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നാൽ എന്താവും അവസ്ഥ? അപ്പം ഇത്തരം കാര്യങ്ങൾക്കായിട്ടാണ് ഭഗവാൻ മോക്ഷത്തെ നൽകുന്ന, സ്വാതന്ത്ര്യത്തെ നൽകുന്ന ഭഗവാൻ ഉണ്ടായിട്ട് പോലും നമ്മളെന്താ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? തവ മായയാ, അങ്ങയുടെ മായയാലാണ്. നിമുഷ്ടമതയ, ആളുകളുടെ ബുദ്ധി എന്തായി? ഈ പത്രാസ്, സ്ഥാനം, മോഹം, ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. സ്ഥാനമോഹങ്ങളുടെ ഉള്ളിൽ തന്നെ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. വിമുഷ്ടമതയ, അതൊക്കെ കിട്ടാൻ വേണ്ടി സ്ഥാനങ്ങളും സമ്പത്തും അധികാരവും ഒക്കെ കിട്ടാൻ, അതിൻ്റെ കാരണം ഭഗവാന്റെ മായയാണ്. ആ മായയാൽ വഞ്ചിക്കപ്പെട്ട് ആളുകൾ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്പർശജ്യം സുഖം നൃണാം നരകേ, ഇത്തരം സുഖങ്ങളൊക്കെ നരകത്തിലും കിട്ടും. മരണാനന്തരം സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിയാൽ അവിടെയുണ്ട് പല സുഖങ്ങളും. ഇനി മനുഷ്യനാവേണ്ട കാര്യമില്ല, മലത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും ഇത്തരം ഭോഗസുഖങ്ങളൊക്കെ ഇല്ലേ? 4 കാര്യങ്ങൾ എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. ഭക്ഷണം കഴിക്കുക, കഴിച്ച ഭക്ഷണം പുറത്തേക്ക് കളയുക, അതുപോലെ ഉറങ്ങുക, സന്താനങ്ങൾ ഉണ്ടാവുക. ഈ 4 കാര്യങ്ങൾ എല്ലാ ജീവിക്കും ഉണ്ട്. മനുഷ്യനാവേണ്ട കാര്യമൊന്നുമില്ല. ശ്ലോകത്തിൽ പറയും, ആഹാര നിദ്ര ഭയമൈഥുനാനി സാമാന്യമേതൽ പശുഭിർനരാണാം ധർമ്മോഹിതേഷാം അധികോ വിശേഷ എന്ന് കാണാം. എല്ലാ ജന്തുക്കൾക്കും ഈ 4 കാര്യങ്ങളുണ്ട്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഈ 4 വിഷയങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഭഗവാനെ സേവിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഭഗവാനെ സേവിക്കേണ്ട കാര്യമില്ല. പക്ഷെ മായയാൽ മനുഷ്യൻ അധികാരത്തിനും അതുപോലെ കാമിനി കാഞ്ചനാദികൾക്കും വേണ്ടി ആരെ സേവിക്കുന്നു? ഭഗവാനെ സേവിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്നാൽ ഭഗവാൻ കൊടുക്കില്ല എന്ന് പറയാൻ വയ്ക്കുകയോ? പറ്റില്ല. കാരണം ഭഗവാൻ ആരാണ്? കൽപ്പതരുവാണ്, കൽപ്പവൃക്ഷമാണ്. എന്തും ഭഗവാൻ കൊടുക്കും, കൊടുക്കാതിരിക്കുന്നത് പറയുന്നില്ല. പക്ഷേ അതല്ല വേണ്ടത്. ഭഗവാനെ സേവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ആവരുത് എന്ന് പറയുകയാണ്. അപ്പം അത് പൂർണ്ണ ഭക്തിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. എന്നാൽ അവരും ഭക്തന്മാർ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നില്ലേ, ചതുർവിധ ഭജന്തേമാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതഋഷഭ എന്ന് കാണാം. ചതുർവിധ ഭജന്തേമാം, 4 തരത്തിലുള്ള ആളുകളാണ് ഭഗവാനെ സേവിക്കുന്നത്, ഭജിക്കുന്നത്. ആർത്തോ, ആർത്തം വെച്ചാൽ ദുഃഖിതൻ, ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസത്താലോ ദുഃഖിതനായവൻ ഭഗവാനെ ഭജിക്കുന്നു. ആർത്തോ. ജിജ്ഞാസു, ഭഗവാനെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവൻ, അവനും ഭഗവാനെ സേവിക്കുന്നു. അർത്ഥാർത്ഥി, ധനം അതുപോലെ അധികാരം ഇതൊക്കെ കിട്ടാനായിട്ട് ഭഗവാനെ സേവിക്കുന്നു. അർത്ഥാർത്ഥി. ജ്ഞാനി, ജ്ഞാനി വെച്ചാൽ ആരാണ്? ജീവൻ മുക്തൻ തന്നെ. ജീവൻ മുക്തനും ഭഗവാനെ സേവിക്കുന്നു. 4 പേര് ഭഗവാനെ സേവിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ അവരൊക്കെ സുകൃതികൾ തന്നെയാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും യോഗ്യൻ, കേമൻ ആരാണ്? ശ്രേഷ്ഠൻ ജ്ഞാനിയാണ്. ഏകഭക്തിർ വിശിഷ്യതേ, അദ്ദേഹം ഏകഭക്തി, ഏകാന്തികന്മാരാണ്. മറ്റൊന്നിലേക്ക് അവരുടെ മനസ്സ് പോകുന്നില്ല. അവരെല്ലാറ്റിനെയും ആരായിട്ട് കാണുന്നു? ഭഗവാൻ തന്നെയായിട്ട് കാണുന്നു. അതാണ് ജ്ഞാനിയുടെ മഹത്വം. ജ്ഞാനി സർവവും ആരായിട്ട് കാണുന്നു? ഭഗവാൻ തന്നെയായിട്ട് കാണുന്നു. ശങ്കരാചാര്യസ്വാമികൾ അവിടെ പറയുന്നുണ്ട്, സർവവും ജ്ഞാനിയെ സംബന്ധിച്ച് എന്താണ്? ഭഗവാൻ തന്നെ. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ, അതിൽ ജ്ഞാനിയാണ് നിത്യയുക്തൻ, ഏറ്റവും മഹാൻ. ഏകഭക്തി വിശിഷ്യതേ, കാരണം അന്യഭജനീയ വസ്തുവിനെ കാണുന്നില്ല. ജ്ഞാനി ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് ഭഗവാനല്ലാതെ വേറെ യാതൊന്നിനെയും ആര് കാണുന്നില്ല? ജ്ഞാനി കാണുന്നില്ല. അതാണ് ശങ്കരാചാര്യസ്വാമികൾ അവിടെ ആ സന്ദർഭത്തിൽ ഭാഷ്യത്തിൽ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവതാഃ. കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാന,
ഓരോരോ ആഗ്രഹങ്ങളാൽ വഞ്ചിതരായ ആളുകൾ ഓരോരോ വൈദിക ദേവതകളെയൊക്കെ ആരാധിച്ച് ആ ദേവതകൾ നൽകുന്ന അനുഗ്രഹത്തിന് വേണ്ടി സമ്പത്ത്, അധികാരം ഇതൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഓരോ ദിവ്യങ്ങളായ യജ്ഞങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അതിനായിട്ടല്ല ഭഗവാനെ സേവിക്കേണ്ടത്. എന്താ വേണ്ടത്? മോക്ഷകാമ ഉദാരധി. മുകുന്ദൻ എന്നുള്ള പേര് എഴുതി ഒപ്പിടാൻ കഴിയുന്നത് ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ മുകുന്ദനെ കണ്ടിട്ട് അത് ചോദിക്കാതെ അല്പ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ഭജിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനാണ്? വളരെ മോശം എന്നേ പറയാനുള്ളൂ എന്ന് ധ്രുവം പറയാണ്. പക്ഷെ അതുകൊണ്ട് സകാമ പ്രാർത്ഥനകളൊക്കെ മോശമാണ് അങ്ങനെയും പറയാൻ വയ്യ. അതും പ്രധാനമാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് കുറച്ചെന്ത് വേണ്ടി വരും? സകാമ പ്രാർത്ഥനകളും വേണ്ടി വരും. അതും തെറ്റെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഈ നാല് തരക്കാരെ എന്താ വിളിച്ചത്? 4 തരക്കാരെയും ഭഗവാൻ ചതുർവിധാ ഭജന്തേമാം എന്നുള്ള ശ്ലോകത്തിൻ്റെ അവസാനം പറയും. അവരൊക്കെ ധന്യന്മാരാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ചതുർവിധാ ഭജന്തേമാം ജനാ സുകൃതിന. 4 പേരെയും സുകൃതിന എന്നാണ് വിളിച്ചത്. ജ്ഞാനിയെ മാത്രമല്ലല്ലോ സുകൃതിന എന്ന് വിളിച്ചത്. 4 പേരെയും കൂടി ചേർത്തിട്ടാണ് സുകൃതികൾ എന്ന് വിളിച്ചത്. ഇതിന് പറയാണ് യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാസ്യാത് സാ ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിം ദ്വന്ദ്കാസിലുളിതാത് പതതാം വിമാനാത്. യാ നിർവൃതി തനുഭൃതാം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാസ്യാത് സാ ബ്രഹ്മണി സ്വമഹിമന്യപി നാഥ മാഭൂത് കിം ത്വന്തകാസിലുളിതാത് പതതാം വിമാനാത്. തനുഭൃതാം. തനുഭൃതാം ച തനു ച ശരീരം. ശരീരം എടുത്തവർക്ക് തനുഭൃതാം. തവ പാദപത്മധ്യാനാത്. അവിടുത്തെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നതിലൂടെയും ഭവജ്ജനകഥാശ്രവണേനവാ. അവിടുത്തെ ജന്മകഥകൾ പറയുന്നതിലൂടെയും അല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെയും. ശ്രവണം ആണ്. ഭവജ്ജന കഥാശ്രവണേന. കേൾക്കുന്നതിലൂടെയും. കേൾക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറയലും പിന്നെ വന്നല്ലോ. ശ്രവണം, കീർത്തനം അത് പിന്നെ വന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കുക, പാടുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെയും. യാ നിർവൃത്തി സ്യാദ്. യാതൊരു സന്തോഷം, ആനന്ദം ഉണ്ടാവുന്നുണ്ടോ, യാതൊരു സുഖം ഭവിക്കുന്നുണ്ടോ, സാ ആ ഒരു ആനന്ദം, ആ ഒരു നിർവൃത്തി. ഹേ സ്വാമിൻ, ലയോ ഭഗവൻ, പരമാത്മാവായ ഭഗവാനെ, സ്വമഹിമനി സ്വതവേ മഹിമയുള്ള ബ്രഹ്മണി ബ്രഹ്മത്തിൽ മാഭൂത് ഉണ്ടാകുന്നില്ല എന്ന് പറയാണ്. വെച്ചാൽ ഈ ബ്രഹ്മം എന്ന് പറയുന്ന സമയത്ത് എന്താ, ഒരു കോർക്ക് പന്ത് പോലെയാണ്. ഒരു എന്താ കുറച്ചൊരു ഡ്രൈ ആണെന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മം നാട് പറയുമ്പോൾ ബ്രഹ്മത്തെ പൂജിക്കുക, ബ്രഹ്മത്തിൻ്റെ കഥ കേൾക്കുക, അങ്ങനെ പറയാൻ വയ്ക്കുമോ? ബ്രഹ്മത്തിന് കഥ ഉണ്ടോ? ഇല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ പേരില്ല, രൂപമില്ല, ആരംഭമില്ല, അവസാനമില്ല, അല്ലേ? ബ്രഹ്മം എന്നങ്ങോട്ട് പറയുമ്പോൾ നമുക്കങ്ങോട്ട് ഒരു സുഖാവില്ല. നേരെ മറിച്ച് ആ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് ശിവനെ വെച്ചാലോ, ശിവൻ്റെ കഥകൾ, ശിവൻ ഭക്തന്മാരനുഗ്രഹിച്ച പെരിയ പുരാണം, അല്ലേ? ശിവഭക്തന്മാരുടെ ചരിത്രം, ശിവൻ്റെ ആ ഒരു മഹിമ, ശിവൻ്റെ അടുത്തേക്ക് ജനങ്ങൾ വരുന്നത്, ആ ഭക്തി, ശിവരാത്രിയുടെ മഹത്വം, ജ്യോതിർലിംഗമായിട്ട് ശിവൻ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മധ്യത്തിൽ അവതരിച്ചത്, അവരുടെ അപേക്ഷ പ്രകാരം തിരുവണ്ണാമലയിൽ ഭഗവാൻ ആ വലിയൊരു മലയായി ഭഗവാൻ മാറിയത്, ഭൂമിയിലുള്ള ശിവൻ്റെ സ്വരൂപമാണ് ആ അരുണാചലം എന്നാണ് പറയുക. അരുണാചല മാഹാത്മ്യത്തിൽ കാണാം. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോഴോ നമുക്കൊരു ഒരു ഒരു രസമാണ്, അല്ലേ? ഇതൊക്കെ കൂടി കൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാവുക. ഉദാഹരണത്തിന് ചോറ് മാത്രം കിട്ടിയ ഒരു സുഖമുണ്ടോ കഴിക്കാൻ? ചോറിൻ്റെ കൂടെ എന്ത് വേണം? വിഭവങ്ങളൊക്കെ വേണം, കറികൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ചോറ് ഊണ് ഭംഗിയാവുക. ബ്രഹ്മം മാത്രമാകുമ്പോൾ എന്താണ്, ഔപനിഷദമായ ബ്രഹ്മം മാത്രമാകുമ്പോൾ ഊണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഊണ് മതി, പോഷകത്തിനത് ധാരാളമാണ്. ഊണ് മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണമെന്നില്ല. പോഷകം കിട്ടില്ലേ? ഊണും കുറച്ച് പച്ചക്കറി ഉണ്ടായാൽ എല്ലാം നേരെയായില്ലേ?
പക്ഷേ ഒരു തൃപ്തി ഉണ്ടാവുക ഉണ്ടല്ലോ, ഒരു സന്തോഷം. അത് വേണേൽ എന്ത് വേണം? കുറച്ച് വിഭവങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു രസം. അപ്പം അതുപോലെ ബ്രഹ്മത്തെ ശിവനായി കാണുമ്പോഴോ ഈ കഥകളൊക്കെ വന്നു അല്ലേ. ബ്രഹ്മം എന്നുള്ള ഉപനിഷത്ത് മാത്രമേ ഉള്ളെങ്കിൽ ഈ ഭംഗിയില്ല. ഉപനിഷത്തിനോടൊപ്പം ഇതിഹാസ പുരാണ കഥകളൊക്കെ കൂടി വന്നു, തൽപ്രദേശത്തുള്ള ഐതിഹ്യങ്ങൾ വന്നു. അതിനനുസരിച്ച് ശിവനായി ബന്ധപ്പെട്ട് ധാരാളം കലകൾ, എന്തെല്ലാം വിഷയങ്ങൾ വന്നു. താണ്ഡവം തുടങ്ങിയ കലാരൂപങ്ങൾ, അതിലൂടെയൊക്കെ ഭഗവാൻ ആരാധിക്കാൻ കഴിയുന്നുള്ള കാഴ്ചപ്പാട് വന്നു. അപ്പം ഇതൊക്കെ കൂടി ഉണ്ടാവുമ്പോഴാണ് ഉപനിഷത്തിലുള്ള ബ്രഹ്മം മാത്രം പോരാ, അതോടൊപ്പം ഇതിഹാസ പുരാണങ്ങളിലുള്ള ശിവനും ഇതിഹാസ പുരാണങ്ങളിൽ പറഞ്ഞ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനൊക്കെ ആവുമ്പോഴാണ് നമുക്ക് സാധാരണക്കാർക്കൊരു രസാവുക. മാത്രമല്ല നമ്മുടെ പൈതൃകം, ഇത്ര ജാജ്വല്യമാനമായ വൈവിധ്യപൂർണമായ പൈതൃകം ഭാരതത്തിന് ഉണ്ടാവാൻ കാരണം ഉപനിഷത്ത് മാത്രമേ ഉള്ളെങ്കിലോ എന്തായിരിക്കും? ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാവുമോ? കൈലാസനാഥ ക്ഷേത്രം ഉണ്ടായത് ഉപനിഷത്തിൻ്റെ സ്വാധീനം കൊണ്ടാണോ? ഉപനിഷത്ത് തന്നെയാണ് അടിസ്ഥാനം, ഉപനിഷത്താണ് അടിസ്ഥാനം. പക്ഷെ അതോടൊപ്പം ശിവൻ്റെ ആ കൈലാസനാഥ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ, ഇതൊക്കെ വരാൻ കാരണം ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും സമ്പ്രദായങ്ങളും ഒക്കെ കൂടി ചേർന്നത് കൊണ്ടാണ്. സ്തുതികളും ചിത്രകല, ദൃശ്യകലകളായിട്ടും ചിത്രകലകളായിട്ടും നാടകം, ശ്ലോകങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ, കഥകളി, കൃഷ്ണാട്ടം കളി, ഇതൊക്കെ വന്നത് എങ്ങനെയാണ്? കൃഷ്ണനും രാമനും ശിവനും ഒക്കെ ചേർന്നത് കൊണ്ടാണ്. ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ വന്നതുകൊണ്ട് എത്ര കലാരൂപങ്ങൾ ഭാരതത്തിലുണ്ടായി. ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് ശിവൻ വന്നതിലൂടെ എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. അതാണ് നമ്മുടെ ആ ഒരു സമൂഹത്തെ വികസിപ്പിച്ചതിൽ ഇതിഹാസ പുരാണങ്ങൾക്കുണ്ടായ സാംസ്കാരിക വികാസത്തിൽ ഇതിഹാസ പുരാണങ്ങൾക്കുണ്ടായ ഒരു സ്വാധീനം അത് വളരെയധികമാണ്. ഇപ്പം ബ്രഹ്മം എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം എന്താണ്? ബ്രഹ്മത്തെ ശ്രീകൃഷ്ണനായി കാണുകയാണ് അല്ലേ, ശിവഭഗവാനായിട്ട് കാണുകയാണ് ഏറ്റവും സുഖം. എല്ലാറ്റിലും ശിവനായിട്ട്, ശിവസ്വരൂപിയായിട്ടിരിക്കുന്ന ഭഗവാൻ, അങ്ങനെയൊക്കെ പറയുമ്പം ആ സമ്പ്രദായത്തിനൊരു ഒരു സുഖം കൂടുതൽ കിട്ടുമെന്ന് പറയാണ്. ഭഗവാന്റെ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം ഉപനിഷത്ത് പഠിച്ചാൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത്, ഞാൻ അയച്ച ഉപനിഷത്ത് മാത്രം പോരായിരുന്നില്ലേ ഇവിടെ? അല്ലല്ലോ, ഉപനിഷത്ത് മാത്രമല്ലല്ലോ ഉള്ളത്, ഇതിഹാസങ്ങളുണ്ട്. 2 ഇതിഹാസങ്ങൾ, രാമായണം, മഹാഭാരതം. രാമായണം തന്നെ വാൽമീകി എഴുതിയ രാമായണം, വ്യാസൻ രചിച്ച രാമായണം, 2 രാമായണങ്ങളുണ്ട്. വ്യാസൻ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ രചിച്ച രാമായണം വളരെ മനോഹരമാണ്, അധ്യാത്മരാമായണം. അതാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് കിളിപ്പാട്ടായിട്ട് തർജ്ജമ ചെയ്തത്, ആ അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണത്തിലെ ശ്രീരാമനെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ ശ്രീരാമനെയാണോ? അല്ല. വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ എങ്ങനെയാണ്? ധർമ്മസ്വരൂപി മാത്രമാണ്. നേരെ മറിച്ച് അധ്യാത്മരാമായണത്തിലെ ശ്രീരാമനോ ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ വേദാന്ത തത്വങ്ങളുടെ മുഴുവൻ മൂർത്തിയാണ്, സിദ്ധ യോഗിയാണ്. പരമാത്മസ്വരൂപത്തിലേക്ക് ലയിച്ച പരമസ്വരൂപമായ ആധ്യാത്മികതയുടെ നിറവിലിരിക്കുന്ന, സ്വരൂപസ്ഥിതിയിൽ ഉറച്ചിരിക്കുന്ന രാമഗീത എന്ന ഗീത ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്ന ആ ശ്രീരാമൻ. അധ്യാത്മരാമായണത്തിലാണ് രാമഗീത ഉള്ളത്, വാൽമീകി രാമായണത്തിലല്ല. അപ്പം ആ ഒരു ശ്രീരാമൻ വന്നു. അവിടെ ശ്രീരാമൻ എങ്ങനെയാണ്? അവിടെ ശ്രീരാമൻ പരമാത്മാവായും കൊണ്ടാണ് അധ്യാത്മരാമായണത്തിൽ. വ്യാസൻ്റെ രാമായണവും വേണം നമുക്ക്, വാൽമീകിയുടെ രാമായണവും നമുക്ക് വേണം. രണ്ടും കൂടി ചേർന്നും കൊണ്ടാണ് വേണ്ടത്. ഒന്ന് ധർമ്മത്തിൻ്റെ മഹത്വം ഊന്നൽ കൊടുക്കുന്നു, അധ്യാത്മരാമായണത്തിലോ ഭക്തിക്കും ജ്ഞാനത്തിനും വേദാന്തജ്ഞാനത്തിനും ഊന്നൽ കൊടുക്കുന്ന ശ്രീരാമൻ. ആ ശ്രീരാമനാണ് രാമാനന്ദിൻ്റെ രാമൻ. ആ അധ്യാത്മരാമായണത്തിലെ ശ്രീരാമനാണ് എത്ര മഹാത്മാക്കൾക്ക് പ്രചോദനമായി നിന്നു, തുളസീദാസിന് പ്രചോദകമായി നിന്നു. അപ്പം ഈ കഥകളൊക്കെ വന്നപ്പോഴാണ് ബ്രഹ്മത്തെ ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ശിവനായിട്ടും പാർവതിയായിട്ടൊക്കെ ആരാധിക്കാൻ, ശിവയായിട്ടും അല്ലേ, പാർവതിയായിട്ട് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ എത്ര കേമായിട്ടാണ് സ്തുതിക്കുന്നത്. അപ്പം ഇതൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ക്ഷേത്രങ്ങളും സംവിധാനങ്ങളും അതിൽ നിന്നുണ്ടായ ധാരാളം സാംസ്കാരികമായ സംഭാവനകളൊക്കെ ലഭിച്ചത്. ഇതാണ് എളുപ്പം എന്ന് പറയാണ്. അതെവിടെ കിട്ടില്ല? ഉപനിഷത്തിൽ പറഞ്ഞ ആ ബ്രഹ്മത്തിൽ മാത്രം ഇരുന്നാൽ കിട്ടില്ല, അത് വഹിക്കും. അത്ര ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയവർക്ക് ബ്രഹ്മം മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. എന്നാൽ എല്ലാ നിലയ്ക്കും എല്ലാവരെയും ഉൾക്കൊള്ളിപ്പിച്ചത് ഏതാണ്? ഇതിഹാസ പുരാണങ്ങളാണ്. ഈ ആത്മീയതയുടെ ആധ്യാത്മികതയുടെ മാർഗത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മുടെ സമൂഹത്തെ നയിച്ചത്.
യോഗിനി സമ്പ്രദായങ്ങൾ, എത്ര കൾട്ടുകളാണ് ഭാരതത്തിലുള്ളത്. 64 യോഗിനി സമ്പ്രദായങ്ങൾ അല്ലേ, ശാക്തേയത്തിലൊക്കെ വരുന്നതാണ്. എത്ര രീതികളാണ് അവിടെ ഉള്ളത്, അതായിട്ട് ബന്ധപ്പെട്ട എത്ര ക്ഷേത്രങ്ങളാണ് അവിടെ ഉണ്ടായത്. നമ്മുടെ ആ സംസ്കാരത്തിൻ്റെ ഒരു ഗരിമ ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും പറ്റും. വൈദിക കർമ്മകാണ്ഡം മാത്രമേ പറ്റുള്ളൂ വെച്ചാലോ അതിന് പൂണൂലിട്ടാലേ പറ്റുള്ളൂ. പൂണൂലിടണം, കുറേ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. അപ്പോൾ പല വഴികൾ ഇവിടെ ഉണ്ടായി. തന്ത്രത്തിൻ്റെ മാർഗം എല്ലാവരെയും ഉൾക്കൊണ്ടു. തന്ത്രം എങ്ങനെ ഉണ്ടായതാണ്? താന്ത്രിക സമ്പ്രദായം, അതും ഉപനിഷത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. താന്ത്രിക രീതികൾ, എത്ര സമ്പ്രദായങ്ങൾ ഇവിടെ വന്നു. ഇതൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്തു. വൈഷ്ണവ തന്ത്രമുണ്ട്, ശൈവതന്ത്രമുണ്ട്, ശാക്തേയ തന്ത്ര സമ്പ്രദായമുണ്ട്. അപ്പം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാം. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഉപനിഷത്താണ് എന്ന് മനസ്സിലാക്കുകയും വേണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഉപനിഷത്തിൻ്റെ ദർശനമാണ്. വീണ്ടും പറയാണ്, ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാതനന്ദമഹതാം അമലാശയാനാം ഏനാഞ്ജസോൽബണമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവൽ ഗുണകഥാമൃതപാനമത്ത. ഭക്തിം മുഹു പ്രവഹതാം ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാം അമലാശയാനാം യേനാഞ്ജസോൽബണം ഉരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. അനന്ത, ഭഗവാനെ വിളിക്കുകയാണ്. എത്രയാ ഭഗവാന്റെ അവസാനം, എന്താണ്, എവിടെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അനന്തമാണ്, യാതൊരു പരിമിതിയും ഇല്ലാന്നർത്ഥം. അപരിച്ഛിന്നമാണ് എന്ന് പറയാണ്. ത്വയി, അങ്ങയിൽ, അവിടുത്തെയിൽ, മുഹു, അധികം, ഭക്തിം പ്രവഹതാം, അത്യന്തം ഭക്തി ഉണ്ടാവുന്ന, അങ്ങയിൽ നന്നായിട്ട് ഭക്തിയുള്ളവരായ, ഭക്തി നന്നായിട്ട് പ്രവർത്തിക്കുന്ന, അമലാശയാനാം, അമലം ചാൽ യാതൊരു മാലിന്യവുമില്ലാത്ത, അമലാശയാനാം യാതൊരു മാലിന്യവുമില്ലാത്ത, മഹതാം മഹാത്മാക്കളുടെ, പ്രസംഗ സംസർഗം സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, അങ്ങയിൽ നല്ലതുപോലെ ഭക്തിയുള്ള ആ മഹാത്മാക്കളുടെ സംസർഗം മേ ഭൂയാൽ, എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കി തരണേ. എന്താ യഥാർത്ഥ ഭക്തന്മാരുടെ മഹത്വം? നേരത്തെ പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ച് എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നിനെ അവർ കാണുന്നില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുമായി സംസർഗം ഉണ്ടാക്കിത്തരണേ. യേന, യാതൊന്നിനാൽ, ഭവൽ ഗുണകഥാമൃതപാനമത്ത, അവിടുത്തെ ഗുണകഥയാകുന്ന അമൃതത്തിൻ്റെ പാനത്താൽ, ഭഗവാന്റെ മനോഹരമായ ആ കഥകൾ ഇങ്ങനെ കുടിക്കണം എന്നാണ്. കുടിക്കുക വേണ്ടത്. യദനു ചരിതലീലാകർണ പീയൂഷ വിപ്രുത്സകൃതന വിധൂതദ്വന്ദ്വധർമാ വിനഷ്ടാഹ പറയുന്നുണ്ടല്ലോ ഭ്രമരഗീതത്തിൽ. ഭഗവാന്റെ കഥകൾ കുടിക്കണം എന്നാ. എങ്ങനെ കഴിക്കേണ്ടത്? കുടിക്കേണ്ടത് എങ്ങനെയാണ്? നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ, കണ്ണുകൊണ്ടും കുടിക്കണം, ശ്രോത്രൈശ്ച പീത്വാ, ചെവി കൊണ്ടും കുടിക്കണം. ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോയാലുള്ള ദീപാരാധന, അവിടെയുള്ള ആ സപര്യകൾ, ഇതൊക്കെ എങ്ങനെയാണ് കാണുക? ഭക്തന്മാരെ കാണുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? കണ്ണുകൊണ്ട് ഭഗവാനെ പാനം ചെയ്യാൻ കഴിയും. ചെവി കൊണ്ടോ? ചെവി കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് ഉള്ളിലേക്ക് കടന്ന് ഉള്ളിൽ ഉറച്ചു നിൽക്കുക. കഥയുടെ ഉള്ളിലൂടെ ആ ഭഗവാന്റെ മഹിമയെ അറിയുക, അതാണ് വേണ്ടത്. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉരുവ്യസനം, ബഹുവിധങ്ങളാകുന്ന പലതരത്തിലുള്ള വ്യസനങ്ങളാകുന്ന ഭവാബ്ധിം, ഭവാബ്ധിയെ സംസാരസാഗരത്തെ, അഞ്ജസാനേഷിയെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നു? അതിക്രമിക്കാൻ സാധിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കഥകളാകുന്ന ആ ഭക്തിമാർഗത്തിൽ കഥകൾ കേൾക്കുക, അത്രയേ വേണ്ടൂ. കേട്ട് കേട്ട് ആ ഭക്തി നമ്മളിൽ ദൃഢമാവും. ഓരോരോ കഥകളും അങ്ങനെയുള്ളതാണല്ലോ. എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഭക്തിയുടെ ഒരു കേന്ദ്രമാണ് തമിഴ്നാടും കേരളമൊക്കെ. ഭക്തി സമ്പ്രദായം, ഭക്തി ദർശനം ഉണ്ടായത് തന്നെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെയാണ് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്നത്. ദ്രാവിഡ ദേശത്തിലാണല്ലോ. ഉൽപ്പന്ന ദ്രവിഡേസാകം എന്നല്ലേ പറഞ്ഞത്. ദ്രാവിഡ നാട്ടിലാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്.
ഇവിടെയാണ് ഭക്തിയുടെ എല്ലാ വൈവിധ്യങ്ങളും ഉണ്ടായ കഥകൾ, ഭക്തന്മാരനുഗ്രഹിക്കുന്ന കഥകൾ ഇതൊക്കെ ഉത്ഭവിച്ചത് ഈ ദ്രാവിഡ രാജ്യത്തിൽ നിന്നാണ്. ദ്രാവിഡ ദേശം എന്നേ പറയാവേ, ദ്രാവിഡ വംശം എന്നൊന്നും പറയരുത്. ദ്രാവിഡ ദേശം അതേ ശരിയാവുള്ളൂ. ദ്രാവിഡ വംശം എന്ന് പറഞ്ഞാൽ തെറ്റി. ആര്യവംശം, ദ്രാവിഡ വംശം അത് തെറ്റാണ്. ദ്രാവിഡ ദേശം, വടക്കൻ ദേശം അങ്ങനെ പറയാം. ഉത്തരഭാരതം, ദക്ഷിണ ഭാരതം. ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ് ഭക്തിയുടെ എല്ലാ കൃഷ്ണകഥകൾ. ഇവിടെ മാൽ, തിരുമാൽ അല്ലേ, തമിഴ് സാഹിത്യത്തിൽ തന്നെ കാണാം. പഴയ തമിഴ് സാഹിത്യത്തിൽ തന്നെ വൈഷ്ണവോപാസനയുടെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും. തിരുമാൽ, മാൽ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമാത്മാവായിരിക്കുന്ന മഹാവിഷ്ണു, ശിവൻ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തൊൽക്കാപ്പിയത്തിലൊക്കെ അതേ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാൽ. അതുപോലെ മായോൻ, ആരാ മായോൻ? ശ്രീകൃഷ്ണൻ തന്നെ. മായോൻ ശ്രീകൃഷ്ണനാണ്. വരുണനെ ആരാധിക്കുന്നുണ്ട്, കടലോൻ എന്നൊക്കെയുള്ള പേരിൽ വേദങ്ങളിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ എത്രയോ പ്രാചീന കാലം മുതൽക്കേ ഇന്ദ്രൻ, മായോൻ, ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഉള്ള ദേവതകളെ അനന്യമായ ഭക്തിയോടുകൂടി പരമശിവനെ, സുബ്രഹ്മണ്യസ്വാമിയെ, സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയുടെ പേര് പാർവതി എന്നാണ് നമ്മുടെ സാധാരണ ഇതിഹാസങ്ങളിൽ പറയുക. തമിഴിലോ കൊട്രവൈ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പാർവതി തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. കൊട്രവൈ ഇതൊക്കെ ഒന്ന് തന്നെ. ഈ ഒരു സമ്പ്രദായം തുടങ്ങിയത് എവിടെയാണ്? ഈ ദ്രാവിഡ നാട്ടിലാണ്. ഭക്തിയുടെ മാർഗം ഇതാണ് എല്ലാവർക്കും പറ്റുക, എല്ലാ ആളുകൾക്കും സാധിക്കുന്നത് ഇതാണ്. പക്ഷെ ഒരു ആകർഷണീയതയുണ്ട്. നേരെ മറിച്ച് വൈദികം മാത്രമേ ഉള്ളെങ്കിലോ അവിടെ അത്ര ആകർഷണീയത ഇല്ല. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക, അഗ്നിയുടെ ചുറ്റുവട്ടത്തും ഇരിക്കുക, ഇഷ്ടിക കൂട്ടി വയ്ക്കുക, ഓരോരോ മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെ ഹോമിക്കുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിലൊരു മഹത്വം ഉണ്ട്, ഇല്ല എന്നല്ല. അത് മാത്രമാകുമ്പോൾ എന്താണ്, ഒരു ആകർഷണീയത കുറയും. ഇതാവുമ്പോഴോ എല്ലാ സമ്പ്രദായങ്ങളും വന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനാ. ശുദ്ധചിത്തനായവൻ്റെ, ശുദ്ധചിത്തവൻ, പ്രയതാത്മന എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മനസ്സോടുകൂടിയവൻ്റെ പത്രം ഒരു ഇലയാവട്ടെ, പുഷ്പം ഒരു പൂവാവട്ടെ, ഫലം ഫലമാവട്ടെ, തോയം ജലമാവട്ടെ, ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ കഴിയുന്നു, കൊടുക്കാൻ കഴിയുന്നു. ഭഗവാനും നമ്മളും തമ്മിലൊരു ബന്ധം കൂടുതലാക്കാൻ കഴിയുന്നു. എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഭഗവാനുമായി ചേരാൻ സാധിക്കുന്നു. അവിടെ ചിലർ അതിന് ഒരു ഇതില്ലേ, ഒരു സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയ ഒരു മധ്യവർത്തി ഉണ്ടല്ലോ, നടുക്കൊരാൾ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അത് ഈ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. ബാക്കി എവിടെ അങ്ങനെ ഉള്ളത്? നമുക്ക് തന്നെ പോയിട്ട് കേരളത്തിൽ തന്നെ ഗോകർണത്ത് പോയാൽ എങ്ങനെയാണ്? പഴയ കേരളത്തിൻ്റെ ഭാഗമാണല്ലോ ഗോകർണം. ഗോകർണത്തിൽ ശിവക്ഷേത്രമാണ്. നമുക്ക് തന്നെ വേണം എന്ത് ചെയ്യാം, അവിടെയുള്ള ആ ഒരു പാത്രത്തിൽ ഒരു വെള്ളം എടുത്തിട്ട്, കമണ്ടലൂല് വെള്ളം എടുത്തിട്ട് നമുക്ക് തന്നെ പോയിട്ട് അഭിഷേകം ചെയ്യാൻ കഴിയും. ഭഗവാനും നമ്മൾ തമ്മിൽ അത്രയധികം ബന്ധമാണ് ഏതൊരാൾക്കും. കാശിയിലും അതെ, ചണ്ടാളം മുതൽക്ക് ബ്രാഹ്മണൻ വരെ എല്ലാവർക്കും കാശിയിൽ അഭിഷേകം ചെയ്യാം. ശിവപുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിമുക്തേശ്വരത്തിൻ്റെ മാഹാത്മ്യം അത്രത്തോളം പറയുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ശ്രീകോവിലിൽ കയറി അന്ന് തന്നെ, ശിവപുരാണം ഏത് കാലത്തുള്ളതാണ് അറിയില്ല, കാലം നിർണ്ണയിക്കാൻ സാധിക്കില്ല, അന്ന് തന്നെ എല്ലാവർക്കും കാശിയിൽ പ്രവേശനമുണ്ട്. എല്ലായിടത്തും അതെ, ഗോകർണത്തിലും അതെ. ഇത്ര സ്ഥലങ്ങൾ. നമ്മുടെ ഈ നായനാർമാരിൽ പല നായനാർമാരും ആരായിരുന്നു? ഇന്നത്തെ ഭാഷയെ പ്രയോഗിച്ചാൽ പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലൊക്കെ പെട്ടവരായിരുന്നു പല നായനാർമാരും. പ്രത്യേകിച്ച് കണ്ണപ്പ നായനാർ, അതുപോലെ നന്ദനാർ, ഇവരൊക്കെ ചിദംബര സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഉപാസിച്ച് ആ ഭക്തിയിലൂടെ പോയി ഭഗവാനിലേക്ക് ലയിച്ചില്ലേ. ആഴ്വാർമാരിലും അതെ. അതാണ് ഭക്തിയുടെ ഒരു മഹത്വം. എല്ലാവർക്കും സാധിക്കുന്നു. പത്രം പുഷ്പം, ശുദ്ധമായ മനസ്സുണ്ടാവണമെന്ന് മാത്രം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹിമ. ആ ഭക്തി കിട്ടാൻ എന്താ വേണ്ടത്? മുഖ്യതമസ്തു മൽകൃപയൈവ മഹത്കൃപയൈവ. ഏറ്റവും പ്രധാനം ഭക്തന്മാരുമായി സത്സംഗം ചെയ്യുക. മഹത്കൃപയാ ഏവ, മഹാത്മാക്കളുമായി കൃപ ഉണ്ടാവുക. അതുപോലെ ഭഗവത് കൃപാലേശാദ്വാ, നാരദഭക്തി സൂത്രത്തിൽ കാണാം. ഭഗവത് കൃപാലേശാദ്വാ, ഭഗവാനുമായുള്ള കൃപ കൊണ്ടും ആ ഭക്തി ഉണ്ടാവുന്നു. ഈ ഒരു സ്നേഹം, ഭഗവാന്റെ പാദങ്ങളിലുള്ള സ്നേഹം, സമർപ്പണഭാവം. പ്രയതാത്മനാച്ച ശുദ്ധചിത്തനായവൻ, മനസ്സ് പരിശുദ്ധമാവുക. തീർത്ഥീകുർവന്തി തീർത്ഥാനി എന്നാണ്. ഭക്തന്മാരെന്ത് ചെയ്യുന്നു? തീർത്ഥങ്ങളെപ്പോലും പവിത്രമാക്കി തീർക്കുന്നു. സുകർമ്മീ കുർവന്തി കർമാണി, കർമ്മങ്ങളെ കൊണ്ട്, അവരുടെ കർമ്മം കൊണ്ട് കർമ്മത്തിനെന്താക്കി മാറ്റുന്നു? സുകർമ്മം, ഏറ്റവും നല്ല കർമ്മമാക്കി മാറ്റുന്നു.
സച്ഛാസ്ത്രീകുറുവന്തി ശാസ്ത്രാണി, ശാസ്ത്രങ്ങളെ സത്ശാസ്ത്രങ്ങളാക്കി തീർക്കുന്നു ഭക്തന്മാർ. അതാണ് ഭക്തിയുടെ മഹത്വം. നാസ്തി തേഷു ജാതി വിദ്യ രൂപകുലധനക്രിയാതി ഭേദ. ഭക്തിയിലാവട്ടെ എന്തില്ല, ജാതി വിഷയമില്ല, വിദ്യാഭ്യാസം അത് വിഷയമല്ല, കണ്ടാലുള്ള സൗന്ദര്യം അത് പ്രശ്നമല്ല, കുലം അത് പ്രശ്നമല്ല. നേരെ മറിച്ചൊരു റിസപ്ഷൻ്റെ സെലക്ഷനായി വിചാരിച്ചോളൂ, റിസപ്ഷനിസ്റ്റ് ആവാൻ പോവുക വിചാരിച്ചോളൂ, അതിന് രൂപം നോക്കില്ലേ, അവിടെ കണ്ടാളെ ഭംഗി നോക്കും ഇല്ലേ, അതുണ്ടാവും അവിടെ. അതുപോലെ വിദ്യാഭ്യാസം നോക്കും, ഉണ്ട്. ജാതി പരിഗണിക്കുകയോ? ജാതി പരിഗണിക്കില്ല വിചാരിക്കുക, മറ്റു പല കാര്യങ്ങളും പരിഗണിക്കും. വിദ്യാഭ്യാസം, രൂപം, ധനം അതൊക്കെ നോക്കും. നേരെ മറിച്ച് ഭഗവത് ഭക്തിയിലോ ജാതി പരിഗണനയില്ല, വിദ്യാഭ്യാസത്തിൻ്റെ പരിഗണനയില്ല. ഉണ്ടെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഭക്തന് വിദ്യാഭ്യാസം ഇല്ല വിചാരിക്കുക, എന്തെങ്കിലും വിഷയം ഉണ്ടാവും? ഒരു വിഷയവുമില്ല. ആ അനന്യമായ മനസ്സ് ശുദ്ധചിത്തനാവുക. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. തീർത്ഥാടനം ലളിതമായ ചടങ്ങുകളാണ്, എല്ലാം ലളിതമാണ്. വൈദികത്തിനേക്കാൾ ലളിതമാണ് ഭക്തി സമ്പ്രദായത്തിൻ്റെ ചടങ്ങുകൾ. ഇതാണ് സനാതനധർമ്മത്തെ യോജിപ്പിച്ച സംഭവം. വൈദികം എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല. ബ്രാഹ്മണരെ തന്നെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ടോ വൈദികം? ആദ്യകാലത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രാചീന കാലഘട്ടത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും നിഷാദന് വരെ ഉപനയനാധികാരമൊക്കെ വേദങ്ങൾ കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. നിഷാദൻ, രഥകാരൻ, മിക്സ് കാസ്റ്റിലൊക്കെ പെട്ടവരാ നിഷാദന്മാർ. അവർക്കൊക്കെ ഉപനയനാവകാശമൊക്കെ പഴയ ശ്രൗത സൂത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. നിഷാദർക്ക് ഉപനയനുണ്ട്. നിഷാദർ വെച്ചാൽ കാട്ടുജാതിയിൽപ്പെട്ടവരാണ്. അവർക്കും അതേ ചില രുദ്രയജ്ഞങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശമൊക്കെ കൊടുത്തിട്ടുണ്ട്, മീമാംസാ സൂത്രങ്ങളൊക്കെ. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോഴോ അതൊക്കെ പോയി. പക്ഷെ അതൊക്കെ അപ്രസക്തമായി എന്നർത്ഥം. ഉപനിഷത്ത് വന്നതോടുകൂടി ഈ വൈദിക യജ്ഞം തന്നെ എന്തായി മാറി? നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രസക്തി കുറഞ്ഞു. വൈദിക യജ്ഞങ്ങൾക്കുള്ള പ്രസക്തി തന്നെ കുറഞ്ഞു. അത് ചില രാജാക്കന്മാർ, പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യൻ, അതിനുശേഷം സുംഗവംശത്തിൻ്റെ സ്ഥാപകനായ രാജാവ്, അദ്ദേഹത്തിൻ്റെ പേരും കൂടി കിട്ടുന്നില്ല, അതുപോലെ സമുദ്രഗുപ്തൻ, ഇങ്ങനെയുള്ള കുറച്ച്, അതുപോലെ ഖരവേലൻ ഒറീസയിലുണ്ടായിരുന്ന ഭരണാധികാരി, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ രാജസൂയവും രാജാക്കന്മാരുടെ കയ്യിൽ മാത്രമായി അങ്ങനത്തെ അധികാരപരമായ വാജപേയം, രാജസൂയം തുടങ്ങിയ യാഗങ്ങളൊക്കെ. സമൂഹം മുഴുവൻ ഏത് മാർഗത്തിലാണ് പോയത്? ഔപനിഷദമായ മാർഗത്തിലാണ്. അത് ബൗദ്ധ ആയിക്കോട്ടെ, ജൈന ആയിക്കോട്ടെ, വൈഷ്ണവായിക്കോട്ടെ, ഭാഗവത സമ്പ്രദായം ആയിക്കോട്ടെ, ശൈവമായിക്കോട്ടെ, സാഖ്യമാവട്ടെ, ഇതിനൊക്കെ പിന്നിലുള്ളത് എന്താണ്? ഉപനിഷത്തിൻ്റെ ഭക്തി ദർശനമാവട്ടെ, അതൊക്കെ ആ ഉപനിഷത്തു നിന്ന് കൊളുത്തി വിട്ട മാർഗങ്ങളാണ്. അപ്പം അത് വന്നതോടുകൂടി വൈദിക കർമ്മങ്ങളൊക്കെ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. നമ്മുടെ സമ്പ്രദായം നോക്കിയാൽ, ചരിത്രം കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. മാത്രമല്ല അതിൽ സൗകര്യം കൂടുതലാണ്. ജാതി വിഷയമില്ല, വിദ്യാഭ്യാസം വിഷയമില്ല, ഏത് കുലത്തിലുള്ളവനായാലും കുഴപ്പമില്ല അല്ലേ. ഭക്തന്മാർ, സന്ത് സമ്പ്രദായങ്ങൾ എത്രയാ അവിടെ ഉള്ളത്. സേവ, സന്ത്, ആ പ്രസ്ഥാനമല്ലേ എല്ലായിടത്തും വ്യാപിച്ചത്. ദാനം, സേവ. സിഖ് സമ്പ്രദായമൊക്കെ ശരിക്കും എന്താണ്? ഭക്തിയിൽ നിന്നുണ്ടായതാണ്. രാമാനന്ദൻ്റെ സമ്പ്രദായമാണ് സിഖ് സമ്പ്രദായത്തിലേക്കൊക്കെ എത്തിയത്. പരമാത്മാ, ആ ഓങ്കാരമൊക്കെ തന്നെയാണ് അവരുടെയും സമ്പ്രദായത്തിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഭക്തിയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഗുരുനാനാക്കിൻ്റെ ഗുരു ആരാണ്? കബീർദാസാണ്. കബീർദാസിൻ്റെ ഗുരുവാരാണ്? രാമാനന്ദാണ്. രാമാനന്ദിൻ്റെ ഗുരുവാരാണ്? ആ വംശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സമ്പ്രദായത്തിൽ വ്യാസൻ, ശുകൻ, ഗൗഡപദൻ, ശങ്കരാചാര്യർ, നാഥ് സമ്പ്രദായം, ഇതൊക്കെ തന്നെ ആ രാമാനന്ദിലേക്ക് എത്തിയത്. അപ്പം ഇങ്ങനെ എത്രയും വിപുലമായി ജാതിക്കും വർഗത്തിനും കുലത്തിനുമൊക്കെ അതീതമായി നമ്മുടെ സമൂഹത്തെ മുഴുവൻ യോജിപ്പിച്ച സമ്പ്രദായം ഈ ഭക്ത സമ്പ്രദായമാണ്, ഭക്തി സമ്പ്രദായമാണ്. അതിൻ്റെ അടിസ്ഥാനം ഏറ്റവും വലിയൊരു സംഭാവന ശ്രീമദ് ഭാഗവതം തന്നെയാണ്. ശ്രീമദ് ഭാഗവതം, അധ്യാത്മരാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, അതല്ലേ. അപിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ. വലിയ ദുരാചാരിയായാൽ പോലും, കുറേ കുഴപ്പങ്ങളൊക്കെ ഉള്ളവനായാലും ഭജതേ മാം അനന്യഭാഗ്, എന്നെ അനന്യമായി ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ സാധുരേവ, സാധുവായി കരുതിക്കോളൂ, ശരിയായി മനസ്സിലാക്കിക്കോളൂ. ആ ഭക്തിയോഗത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. യേ
തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം യേ ചാന്വതസുതസുഹൃഗൃഹവിത്തദാരാഃ യേ ത്വബ്ജനാഭ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം യേ ചാന്വത സുതസുഹൃൽ ഗൃഹവിത്തദാരാഃ യേ ത്വബ്ജനാഭ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ. അബ്ജനാഭ ഭഗവാനെ വിളിക്കുകയാണ്, പത്മനാഭ എന്ന് വിളിക്കുകയാണ്. യേ യാതൊരുവരാണോ ഭവതീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു ഭഗവാന്റെ ആ തൃച്ചേവടികളിൽ ആഗ്രഹമുള്ള ഹൃദയത്തോടു കൂടിയവരായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാന്റെ തൃച്ചേവടികളിൽ താല്പര്യമുള്ള, ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിയുള്ള സജ്ജനങ്ങളോട് കൃതപ്രസംഗാഹ ചേർച്ച ഉള്ളവരായി തീരുന്നത്, ഭഗവത് ഭക്തന്മാരുമായി സംഘം വയ്ക്കുന്നത് ആരാണോ തേ അവർ, അങ്ങനെയുള്ളവര് ഈശ അല്ലയോ ഭഗവാനെ, പ്രിയം മർത്യം പ്രിയമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തെയും അധഹ അനു ഈ മനുഷ്യ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇതിനോട് ഒട്ടി നിൽക്കുന്ന സുതസുഹൃഗൃഹവിത്തദാരാഹ സുഹൃത്തുക്കള്, ബന്ധുക്കള്, വീട്, മക്കള്, ഭാര്യ, ധനം, ഇതിനോടൊക്കെ തന്നെ അതിതരാം ന സ്മരന്തി അധികം സ്മരിക്കില്ല എന്നാണ്. വെച്ചാൽ ഭക്തന്മാര് ഭഗവത് ഭക്തന്മാരുമായി സംഘം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വീടിനോടും കുടുംബത്തോടും ഈ ശരീരത്തിനോടും ധനത്തിനോടൊന്നും ഉണ്ടാവില്ല അമിതമായ അറ്റാച്ച്മെൻറ്റ്, ഒട്ടലുണ്ടാവില്ല. അതായത് തീരെ ഒട്ടലില്ലാതെ ഇരിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അതായിരിക്കേ പറ്റുള്ളൂ, ജ്ഞാനികൾക്ക് മാത്രമേ, സന്യാസത്തിൻ്റെ മാർഗത്തിൽ പോകുന്നവർക്കേ കഴിയുള്ളൂ. പൂർണ്ണ വൈരാഗ്യമുള്ളവർക്കുള്ളതാണ് ജ്ഞാനമാർഗം അഥവാ സന്യാസത്തിൻ്റെ മാർഗം. അവിടെ പിന്നെ ഒന്നിനോടും ഒട്ടലില്ല, അതെല്ലാവർക്കും കഴിയില്ല. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ച് വൈരാഗ്യമൊക്കെ ഉണ്ട്, എന്നാൽ കുറച്ച് എന്തുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. അങ്ങനെ ഒരു മധ്യത്തിലിരിക്കുന്നവർക്കുള്ളതാണ് ഭക്തിമാർഗം. നിർവിണ്ണാനാം ജ്ഞാനയോഗോ ജ്ഞാസിനാമിഹ കർമ്മസു തേഷ നിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. നീ ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നിർവിണ്ണാനാം ജ്ഞാനയോഗ, പൂർണ്ണ വൈരാഗ്യമുള്ളവർക്കുള്ളതാണ് ജ്ഞാനമാർഗം. കർമ്മയോഗം ആർക്കുള്ളതാണ്? കർമ്മം ചെയ്യാനുള്ള ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം, അത്രയധികം കർമ്മലോകത്തിൽ ആസക്തിയുള്ളവർക്കുള്ളതാണ് എന്ത്? കർമ്മയോഗം. പ്രത്യേകിച്ച് രാഷ്ട്രതന്ത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരെന്ത് ചെയ്യണം? കർമ്മം ചെയ്തും കൊണ്ടിരിക്കേണ്ട ഏത് സമയത്തും, ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. എത്ര അനവധി കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അവർക്ക് കർമ്മയോഗം. എന്നാൽ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്നവരോ വലിയ വൈരാഗ്യമില്ല, എന്നാൽ വലിയൊരു അത്യാസക്തിയില്ല, ഒരു നടുക്ക് നിൽക്കുന്നവർക്കുള്ളതാണ് ഭക്തിയോഗം. അപ്പം ഭക്തിയോഗമുള്ളവർ എല്ലാം ഒഴിവാക്കില്ല. അപ്പം നമുക്കിപ്പം കർമ്മയോഗികളായ തിലകനെ പോലെയൊക്കെ ആവാൻ കഴിയുമോ? കഴിയുന്നവരുണ്ട്, ഇല്ല എന്നല്ല, ഇവിടെ ഇരിക്കുന്നവർ കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. മഹാത്മജിയെ പോലെ, തിലകരെ പോലെ അങ്ങനെ കടാവാനും കഴിയില്ല. അതോടൊപ്പം ശങ്കരാചാര്യരെ പോലെ ആവാൻ പറ്റുമോ? അത്രയും വയ്യ. കൗപീനവന്ത ഖലു ഭാഗ്യവന്ത ആ തലത്തിലേക്ക് എത്താൻ പറ്റുമോ? അതും അത്ര എളുപ്പമല്ല. രണ്ടിൻ്റെയും നടുക്കുന്ന, രണ്ടിൻ്റെയും ഒരു ഗുണമൊക്കെ നമ്മളിൽ ഉണ്ടാനും, ആ ലോകമൊക്കെ അങ്ങോട്ട് നേരെയാക്കണം എന്നുള്ള ചിന്ത കുറച്ചൊക്കെ നമുക്കുണ്ട്. കുറച്ചൊക്കെ നമുക്ക് എന്തുണ്ട്, അവനവൻ്റെ കാര്യമൊക്കെ നേരെയാവണമെന്നുണ്ട് കൂട്ടത്തിൽ. കുറച്ചൊക്കെ ഒരു വൈരാഗ്യമുണ്ട്. ഇതൊക്കെ കൂടിയുള്ള ആൾക്കാർക്ക് പറ്റുന്നത് എന്താണ്? ഭക്തിയോഗമാണ്. അതുകൊണ്ടാണ് പ്രേമാത്മക ഭക്തിരേവ എന്ന് പറഞ്ഞത്. സ്വാദീയസി ശ്രേയസി, അത് സ്വാദുള്ളതുമാണ് ശ്രേയസ്കരവുമാണ് എന്ന് പറയാൻ കാരണം ഭക്തിയോഗമാണ് എല്ലാവർക്കും പറ്റുക. അവരെന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. തിര്യങ്നഗദ്വിജസരീസൃപദേവദൈത്യമർത്യാതിഭി പരിചിതം സദസദ്വിശേഷം രൂപം സ്ഥവിഷ്ഠമജതേ മഹദാദ്യനേകം നാദപരം പരമവേത്മി നയത്രവാദ. തിര്യങ്നഗദ്വിജസരീസൃപദേവദൈത്യമർത്യാതിഭി വതാണ്. വായിച്ചോളൂ.
ഒന്നുകൂടി മുറിക്കണോ? മുറിക്കാൻ പാടില്ല എന്നാ പറയുക, ഒറ്റ പദമാണത്. എന്നാലും ഒന്ന് മുറിച്ച് വായിക്കാം. തിര്യങ് നഗദ്വിജസരീസൃപ ദേവദൈത്യമർത്യാതിഭി പരിചിതം സദസദ്വിശേഷം രൂപം സ്ഥവിഷ്ഠമജ തേ മഹദാദ്യനേകം നാദപരം പരമവേത്മി നയത്രവാദ. എന്താ അവിടെ പറയുന്നത്? തിര്യങ് നഗദ്വിജസരീസൃപ ദേവദൈത്യമർത്യാദിഭി. തിര്യക് എന്ന് പറഞ്ഞാൽ തിര്യക്കുകൾ, മൃഗങ്ങൾ. നഗദ്വിജസരീസൃപ, നഗം എന്ന് പറഞ്ഞാലോ വൃക്ഷങ്ങൾ. ദ്വിജ പക്ഷികൾ, സരീസൃപം സർപ്പങ്ങൾ, ദേവദൈത്യ ദേവന്മാർ, ദൈത്യന്മാർ, മർത്യാദിഭി മനുഷ്യന്മാർ, ഇവരിലൊക്കെ എന്താണ് പരിചിതം. ഇതിലൊക്കെ ആരുണ്ട്? ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. തിര്യക്കുകളിലും നഖങ്ങളിലും പക്ഷികളിലും ഇഴജന്തുക്കളിലും ദേവന്മാരിലും ദൈത്യന്മാരിലും മർത്യന്മാരിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്നവനാണ്. സദസദ്വിശേഷം. സൂക്ഷ്മ സ്ഥൂല വസ്തുക്കളിൽ, സൂക്ഷ്മേന്ദ്രിയങ്ങളിലുമുണ്ട് സ്ഥൂലേന്ദ്രിയങ്ങളിലുമുണ്ട്. സ്ഥൂല ഭൂതങ്ങളിൽ, സൂക്ഷ്മഭൂതങ്ങളിലും സ്ഥൂലഭൂതങ്ങളിലും എല്ലാറ്റിലും ആരുണ്ട്? ഭഗവാനുണ്ട്. സദസദ്വിശേഷം. സത്തുക്കൾ അസത്തുക്കൾ. സത്ത് വെച്ചാൽ എന്താണ്? സ്ഥൂലം. അസത്ത് വെച്ചാലോ സൂക്ഷ്മം. സൂക്ഷ്മ സ്ഥൂല വസ്തുക്കളിലൊക്കെ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. തേ അങ്ങനെയുള്ള അങ്ങയുടെ തങ്ങളുടെ സ്ഥവിഷ്ഠം രൂപം, എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്ന ഈ സ്ഥൂല രൂപം എനിക്ക് മനസ്സിലാവുന്നു. കാരണം കാണുന്നതിലൊക്കെ ആരുടെ വ്യാപ്തിയുണ്ട്? ഭഗവാന്റെ വ്യാപ്തിയുണ്ട്. ഭഗവാൻ എല്ലാറ്റിലും ഉണ്ട്, മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എന്ന് പറയുന്നില്ലേ, ഇതൊക്കെ ഭഗവാന്റെ മഹിമയാണ്. ഏതാവാനസ്യ മഹിമ എന്ന് വേദം തന്നെ പറയും. ഇതെല്ലാം ആരുടെ മഹിമയാണ്? ഭഗവാന്റെ മഹിമ തന്നെയാണ്, ഈശ്വരൻ്റെ മഹിമയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതൊക്കെ അജ്ഞാനതലത്തിലേ ഉള്ളൂ. ഈ സ്ഥൂല പ്രപഞ്ചമൊക്കെ ഉള്ളൂ, മായാതലത്തിലേ ഉള്ളൂ. മായയിൽ നിന്ന് ഉണർന്നവൻ എന്തില്ല? ഈ പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ലാത്തവനെ സംബന്ധിച്ച് എന്തില്ല? പ്രപഞ്ച സ്വരൂപമായിട്ടിരിക്കുന്ന ഭഗവാനും ഇല്ല. അവിടെ എന്താണുള്ളത്? കേവലമായ ആ ചൈതന്യം, ആ സ്വരൂപം മാത്രമാണ്. ആ സ്വരൂപം എനിക്കറിയില്ല. എന്നാ വേത്മി, ഞാൻ അറിയുന്നില്ല എന്ന് പറയാണ്. കാരണം മഹാവിഷ്ണുവിനെ കണ്ടിട്ടും ധ്രുവന് ഇപ്പോഴും എന്തേ ഉള്ളൂ? സ്ഥൂലഭാവത്തിലെത്തിയിട്ടുള്ളൂ. ഇതൊരു സഗുണഭാവമാണല്ലോ, സഗുണ സാകാരഭാവമാണല്ലോ. ഇതിനെ അതിക്രമിക്കണം. ഇതും ഈ സഗുണ സാകാരഭാവത്തെയും കൂടി അതിക്രമിച്ചാലേ സൂക്ഷ്മതലത്തിലേക്ക് എത്തുള്ളൂ. അതായത് ഈ പ്രപഞ്ചാതീതമായ അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കും അതീതമായി നിൽക്കുന്ന തുരീയം, ആ തുരീയാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ എന്തില്ല? അവിടെ രണ്ടില്ല. അവിടെ എല്ലാം ആരായി മാറുന്നു? ഭഗവാൻ തന്നെയാണ്. ഭഗവാനേ ഉള്ളൂ അവിടെ, മറ്റൊന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെ എത്തുകയാണ് വേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നയത്രവാദ, അവിടെ വാക്ക് പ്രവർത്തിക്കില്ല. വാക്കുകളെ കൊണ്ട് ആ അനുഭൂതി തലത്തെ, സാധ്യത്തിലേക്ക് എത്തിയ സാധകൻ്റെ അനുഭൂതി തലത്തെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. സത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നവർക്കേ അതെന്താന്ന് പറയാൻ കഴിയുള്ളൂ. യുക്തി കൊണ്ട് കുറേയൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ ആ അവസ്ഥയ്ക്ക് എത്തു തന്നെ വേണം. അവിടെ എത്തിയാൽ അത് അനുഭവപ്പെടുന്നു. അത് വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ്. ഇത് ഉപനിഷത്തിലും കാണാം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. മനസ്സിൻ്റെ തലത്തിനും അതീതമാണത്. മനസ്സ് വെച്ചാൽ എന്താണ്? ജ്ഞാനത്തിൻ്റെ താഴത്ത് നിൽക്കുന്ന തലമാണ്. നമ്മളുടെ അവസ്ഥയാണ് മനസ്സ്. നമ്മളൊക്കെ ഇപ്പോൾ മനസ്സിൻ്റെ തലത്തിലിരിക്കുന്നവരാണ്. ആ സത്യത്തിലേക്ക് എത്തുന്നതോടുകൂടി മനസ്സിനെയും അതിക്രമിച്ചു, പ്രപഞ്ചത്തെ അതിക്രമിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ആരാണ്? മനസ്സാണ്. മനസ്സിനെ അതിക്രമിക്കുന്നു. അപ്പോൾ മനസ്സിനും ആ അവസ്ഥയെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. കാരണം ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഇതൊക്കെ മനസ്സിൻ്റെ തലത്തിലുള്ള, മനസ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനും അതീതമായ അവസ്ഥയാണ്. എൻ മനസാ ന മനുതേ ഏനാഹുർ മനോമതം. മനസ്സിനെ കൊണ്ട് അറിയാൻ സാധിക്കില്ല.
മനസ്സിന് ഇപ്പോഴുള്ള ഈ പ്രപഞ്ചകാര്യങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കുന്നത് യാതൊരു ശക്തി ഉണ്ടായിട്ടാണോ, ആ ശക്തിയാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി, അതാണ് ബ്രഹ്മം എന്ന് നീ അറിഞ്ഞാലും എന്നൊക്കെ കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സിനും അതീതമായി നിൽക്കുന്ന, പ്രപഞ്ചത്തിനും അതീതമായി നിൽക്കുന്ന ആ അവസ്ഥ, അത് വാക്കുകൾക്കും മനസ്സിനും ഒന്നും വർണ്ണിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. യോഗിയുടെ തലം, അവരനുഭവിക്കുന്ന ആ അവസ്ഥ അത് അവർക്കേ അറിയുള്ളൂ, വേറെ ആർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഉദാഹരണത്തിലൂടെയൊക്കെ കാണിക്കാൻ കഴിയുന്നല്ലാതെ, പറയാൻ സാധിക്കുന്നല്ലാതെ അവരുടെ ആ അവസ്ഥ അത് അവർക്കേ നിശ്ചയുള്ളൂ. അത് നമ്മൾ കരുതുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതി നടക്കുക അങ്ങനെയൊക്കെ ചെയ്താലേ യോഗിയാവുള്ളൂ എന്നുണ്ടാവും. ഷർട്ടും മുണ്ടൊന്നും ഉടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ യോഗി അല്ല ധരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അയാൾ പ്രസംഗം ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ഒന്നും കഴിയില്ല. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെ ആ ഈ മാർഗത്തിലൂടെ പോയിട്ട് എത്തുകയാണ് അവിടെ. ഇനി അല്ല ഈ ജന്മത്തിലല്ലേ മുൻ ജന്മത്തിൻ്റെ സുഹൃതം കൊണ്ട് ഈ ഒരു ജന്മത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആരാവാൻ സാധിക്കുന്നു? ജീവൻ മുക്തനാവാൻ കഴിയുന്നു. അവരിവിടെ ഒന്നും നടക്കില്ല, ഈ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കില്ല എന്നുണ്ടോ? അതുമില്ല. അവിടെ ഒന്ന് പ്രഭാഷണം കേട്ടിരിക്കുന്നുണ്ടാവാം, ഒരു ജീവൻ മുക്തൻ ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ എല്ലാവരുടെ ഇടയിലും അങ്ങനെയുള്ളവരുണ്ടാവാം എന്നർത്ഥം. അവർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളെ കൊണ്ടൊന്നും അവരെ അറിയാനും സാധിക്കില്ല. എന്നാലും ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്. സമലോഷ്ടാശ്മകാഞ്ചന സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥ, അങ്ങനെ പറയുന്നില്ലേ? ആ അധ്യായത്തിൽ കാണാം. സമലോഷ്ടാശ്മകാഞ്ചന ആ അധ്യായത്തിലൊക്കെ ഏകദേശം വിവരിക്കുകയാണ്. ആ ജീവൻ മുക്തൻ്റെ അവസ്ഥ വർണ്ണിക്കുന്നുണ്ട്. എവിടെയൊക്കെ? സ്ഥിതപ്രജ്ഞൻ്റെ ആ ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ 13-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ജീവൻ മുക്തൻ്റെ ആ ഭാവം സൂചിപ്പിക്കുന്നുണ്ട്. ഭക്തലക്ഷണം 12-ാം അധ്യായത്തിലെ ഭക്തലക്ഷണം, അതും ജീവൻമുക്തൻ്റെ അവസ്ഥയാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ആ ശ്ലോകങ്ങളിലൊക്കെ ജീവൻ മുക്തൻ്റെ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കൽപ്പാന്ത ഏതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശേതേ പുമാൻ സ്വദൃഗനന്ദസഖസ്തദംഗേ എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. കൽപ്പാന്ത ഏതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശേതേ പുമാൻ സ്വദൃഗനന്ദസഖസ്തദംഗേ എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേ ദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. കൽപ്പാന്തേ എന്ന് പറഞ്ഞാൽ കൽപ്പാന്തകാലത്തിൽ, കൽപ്പത്തിൻ്റെ അവസാനത്തിൽ അഖിലം ഈ സർവവും അവിടുത്തേയിലേക്ക് തന്നെ ലയിക്കുന്നു, എല്ലാം ഭഗവാങ്കലേക്ക് ലയിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഉത്ഭവിച്ചത്. അത്ര ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുള്ളൂ. ആ ഭഗവാൻ ആദിശേഷൻ്റെ ഉത്സംഗത്തിൽ എന്ത് ചെയ്യുന്നു? ശേതയെ വിശ്രമിക്കുന്നു, ശയിക്കുന്നു. എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോക പത്മഗർഭേ, ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ ആ താമരപ്പൂവിൽ നിന്നാണ് ആരുണ്ടായത്? ദ്യുമാൻ, അതിതേജോമയനായ ആ ബ്രഹ്മദേവൻ ഉത്ഭവിച്ചു. തസ്മൈ ഭഗവതേ, അങ്ങനെയുള്ള ബ്രഹ്മാവിനും കാരണമായിരിക്കുന്ന, എല്ലാറ്റിനും അടിത്തറയായി നിൽക്കുന്ന ആ അനന്ത സ്വരൂപമായ അവിടുത്തേക്ക് ഇതാ നമസ്കാരം എന്ന് പറയുക. ശുദ്ധ വിബുദ്ധ ആത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ സ്ത്രധീശ യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദ്രഷ്ടാസ്ഥിതാവധിമഖോ വ്യതിരിക്ത ആസേ. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ സ്ത്രധീശഃ യദ്ബുദ്ധ്യവസ്ഥിതിം അഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദ്രഷ്ടാസ്ഥിതൗ
അധിമഖോ വ്യതിരിക്ത ആസേ. ത്വം ഭഗവാനെ വിളിക്കുകയാണ് അവിടുന്ന്. നമ്മൾ നീ എന്നാണ് സാധാരണ അർത്ഥം ത്വം എന്ന് പറഞ്ഞാൽ. നമ്മളത് കുറച്ചുകൂടി ഭംഗിയാക്കി മലയാളത്തിൽ ഇപ്പം നീ എന്ന് പറയുമ്പോൾ ഒരു വിഷമല്ലേ, അതുകൊണ്ട് നിന്തിരുവടി എന്നൊക്കെ ആക്കുകയാണ്. ശരിക്കും നീനേ അർത്ഥമുള്ളൂ. ത്വം എന്ന് പറഞ്ഞാൽ നീനേ അർത്ഥമുള്ളൂ. ശരി, ചോദിക്കും ഈശ്വരനെ നീ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ചോദിച്ചാൽ സംസ്കൃതത്തിൽ അങ്ങനെയാണ്, നീനേ വിളിക്കുള്ളൂ. ത്വം, നീ, അങ്ങനെ തന്നെയാണ്. താങ്കൾ എന്നുകൂടി പറയുന്നില്ല, നീ തന്നെ അർത്ഥമുള്ളൂ അല്ലേ, നീ തന്നെ അർത്ഥമുള്ളൂ. പക്ഷെ നമ്മൾ മലയാളത്തിലേ ആക്കുമ്പം നീ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് നിന്തിരുവടി കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാം. നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. താങ്കൾ, അത് ഭഗവാനോട് താങ്കൾ എന്ന് പറയാൻ വയ്ക്കും, അതും വയ്യ. അങ്ങനെ നമ്മുടെ ഭാഷേൻ്റെ ഒരു പരിമിതിയാണത്. സംസ്കൃതത്തിൽ ത്വം എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനപൂർണമായ അർത്ഥമാണ്. അവിടെ ത്വം എന്ന് പറഞ്ഞാൽ തന്നെ തത്വമസി എന്നല്ലേ പറയുന്നത്, തത്വമസി. ത്വം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വളരെ മഹത്വമുള്ള അർത്ഥത്തിലാണ് സംസ്കൃതം ത്വം എന്നുള്ള വാക്കിനെ കാണുന്നത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു പൂർണ്ണത കുറയും. അപ്പം നമ്മൾ തിരുവടി എന്നൊക്കെ പറയും. അവിടുന്ന് നിത്യമുക്ത, അങ്ങെപ്പോഴും പരിശുദ്ധനാണ്, സ്വതന്ത്രനാണ്. നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വതന്ത്രൻ, മുക്തൻ, സ്വാതന്ത്ര്യം എപ്പോഴും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നു. വെച്ചാൽ ഒരു തരത്തിലുള്ള മായയാലുള്ള ബന്ധനങ്ങളും ഭഗവാനില്ല. കാരണം ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങളില്ലാതിരിക്കാൻ കാരണം എന്താണ്? അപൂർണതാഭ്രമം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. അപൂർണതാഭ്രമല്ല, താൻ പരിപൂർണനാണ്. പരിപൂർണനായതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ട് എന്തില്ല? കർമ്മമില്ല. കർമ്മമില്ലാത്തത് കൊണ്ട് കർമ്മഫലം കിട്ടണം എന്നുള്ള ചിന്തയില്ല. കർമ്മഫലം കിട്ടണം എന്നുള്ള ചിന്ത ഇല്ലാത്തത് കൊണ്ട് ജന്മമില്ല. കർമ്മഫലം വരില്ലാത്തത് കൊണ്ട് ജന്മമില്ല. ജന്മമില്ലാത്തത് കൊണ്ട് എന്തില്ല? മരണവുമില്ല. ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ്? സ്വതന്ത്രനായിട്ടിരിക്കുകയാണ്. ജീവൻ മുക്തരായാൽ നമ്മളും ഭഗവാന്റെ ഈ അവസ്ഥയിലേക്ക് തന്നെ എത്തും. നമ്മളും ആരായി? സ്വതന്ത്രരായി. മായയാലുള്ള ബന്ധനങ്ങളൊന്നുമില്ല. അപൂർണതാഭ്രമല്ല. അപൂർണതാഭ്രമം വരാൻ കാരണം എന്താണ്? അജ്ഞാനം കൊണ്ടാണ്. ഞാൻ ഈശ്വരനല്ല എന്നുള്ള തോന്നലാണ് അപൂർണതയ്ക്ക് കാരണം. അജ്ഞാനം, അറിവില്ലായ്മ. ആ അജ്ഞാനം എവിടുന്ന് വന്നു? അജ്ഞാനം വന്നത് മായയിൽ നിന്നാണ്. മായ എന്താണ്? ഭഗവാന്റെ അഭിന്നയായ ശക്തിയാണ്. ആ ശക്തിയാൽ അജ്ഞാനം, അറിവില്ലായ്മ ഉണ്ടായി. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അജ്ഞാനം തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കി അല്ലേ? അജ്ഞാനമാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. തെറ്റിദ്ധാരണ വെച്ചാൽ എന്താ? ഞാൻ ഈശ്വരനാണ് എന്നുള്ള ധാരണയെ തെറ്റിച്ചു. ഞാൻ ഈ അല്പനാണ്, പരിമിതിയോടുകൂടിയവനാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കി. അജ്ഞാനം തെറ്റിദ്ധരിപ്പിച്ചു. ഈ തെറ്റിദ്ധാരണ കാരണം അപൂർണതാഭ്രമം വന്നു. താനിപ്പം പൂർണ്ണനല്ല എന്നുള്ള ചിന്ത വന്നു. പൂർണ്ണനല്ല എന്നുള്ള ചിന്ത വന്നപ്പോഴോ പല കർമ്മങ്ങളും ചെയ്യണം, ആ പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ള ചിന്ത വന്നു. അങ്ങനെയാണ് ധാരാമേ സ്യാത്, ഭാര്യ ഉണ്ടാവട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായി. ഇങ്ങനെ ഭാര്യ ഉണ്ടായി. ഭാര്യ ഉണ്ടായപ്പോഴോ പിന്നെന്താണ്? പുത്രോ മേ സ്യാത്, പുത്രൻ ഉണ്ടാവട്ടെ എന്നുള്ള സങ്കല്പം വന്നു. എന്നാലേ പൂർണ്ണനാവുള്ളൂ എന്ന് വിചാരിച്ചു. പുത്രൻ ഉണ്ടായി. എന്നിട്ട് പൂർണ്ണതയിൽ എത്തിയോ? ഇല്ല. ഇപ്പോഴും പരിപൂർണമായില്ല. കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്, വർണ്ണപ്രകർഷേ സതി കർണികാരം ദുനോതി നിർഗന്ധതയാ സ്മചേത പ്രായേണ സാമഗ്ര്യവിധൗ ഗുണാനാം പരാങ്മുഖി വിശ്വസൃജ്യ പ്രവൃത്തി. അപ്പം കർണികാരം, കൊന്നപ്പൂവിന് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? എന്താ ഭംഗി! പക്ഷേ ദുനോതി നിർഗന്ധതയാ, നല്ല സുഗന്ധം ഉണ്ടോ? ഇല്ല, സുഗന്ധമില്ല. നല്ല സൗന്ദര്യമുണ്ട്, സുഗന്ധമില്ല. പ്രായേണ സാമഗ്ര്യവിധൗ ഗുണാനാം, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും കഥ എങ്ങനെയാണ്? പരാങ്മുഖി വിശ്വസൃജ്യ പ്രവൃത്തി. ബ്രഹ്മാവ് സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവ്, എവിടെയെങ്കിലും ഒരു കുറവ്. നമുക്ക് എത്രയായാലും ആ പൂർണ്ണതയിലേക്ക് എത്തില്ല. അതെന്താ കാരണം? അജ്ഞാനം നമ്മളിലുള്ളത് കൊണ്ടാണ്. അജ്ഞാനം കാരണം തെറ്റിദ്ധാരണ ഉണ്ടായി. അജ്ഞാനം പോയാലോ? അജ്ഞാനം പോയാൽ നമ്മൾ പൂർണ്ണന്മാരായി. വാസ്തവത്തിൽ അപൂർണന്മാരല്ല, അജ്ഞാനത്താൽ അപൂർണന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചു നമ്മൾ. അങ്ങനെ കുഞ്ഞുകുട്ടി പരാധീനതയോട് കൂടിയവരായി. അങ്ങനെയാണ് നമ്മൾ സുഖികളായും ദുഃഖികളായും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ പോവാൻ കാരണം. ഭഗവാനോ സ്വതവേ തന്നെ ആ പൂർണ്ണതയിൽ തന്നെ മായയാൽ ബദ്ധനല്ലാത്തത് കൊണ്ട്, അജ്ഞാനമില്ലാത്തത് കൊണ്ട്, അവിദ്യ ഇല്ലാത്തത് കൊണ്ട്, യാതൊരു തെറ്റായ ധാരണകളും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ തൻ്റെതായ ആ നിറവിൽ പൂർണ്ണതയിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വതന്ത്രനാണ്. എത്ര കൃത്യമാണ് ആ വേദാന്തത്തിൻ്റെ ആ റൂട്ട് നോക്കൂ, എത്ര കൃത്യമാണ്.
അപ്പോൾ ചോദ്യം, ഈ അജ്ഞാനം ഉണ്ടാക്കിയത് മായയാണ്, മായ ഭഗവാന്റെ തന്നെ ശക്തിയല്ലേ, അപ്പൊ ഭഗവാൻ തന്നെയല്ലേ ഈ മായ ഉണ്ടാക്കിയത്? ആണ്, അതെ, ഭഗവാന്റെ അത്ഭുതമാണ് ഇതൊക്കെ. ഭഗവാൻ തന്നെയാണ് ഈ മായയൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഭഗവാൻ തന്നെയല്ലേ കാരണം? ഭഗവാൻ തന്നെയല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മായയെ അതിക്രമിക്കാനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതും നമ്മുടെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വഴിക്ക് പോയാൽ മതി. കാരണം അന്വേഷിച്ച് വല്ലാണ്ട് നടക്കണ്ട. ദാഹിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക? ദാഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ എവിടുന്ന് ആ ദാഹം ഉണ്ടായത്, അത് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. ദാഹത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും ആലോചിക്കേണ്ട. വെള്ളം കുടിക്കുക, ആ ദാഹം മാറും. അത്രയേ വേണ്ടൂ. കൂടസ്ഥ ആദിപുരുഷോ, ഭഗവാൻ ആരാണ്? കൂടസ്ഥനാണ്. ഭാവം യാതൊരു മാറ്റവും ഭഗവാനില്ല. രണ്ടർത്ഥത്തിൽ പറയാൻ കഴിയും. കൂടസ്ഥൻ വെച്ചാൽ ജീവാത്മാവിൻ്റെ പര്യായമായിട്ടും പറയും. ഇപ്പം ഭഗവാനെ കുറിച്ച് കൂടസ്ഥൻ എന്ന് പറയുമ്പോൾ പരമാത്മാവിൻ്റെ വിശേഷണമായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത, വികാരങ്ങൾ, പരിവർത്തനങ്ങൾ ഇതൊന്നും ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ഈ അർത്ഥത്തിൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ കൂടസ്ഥൻ എന്ന പദത്തെ ഗീതാഭാഷ്യത്തിലൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവിൻ്റെ സവിശേഷതയായി കൂടസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആദിപുരുഷ, ആദിയിലുള്ളവനാണ്, എല്ലാ കാലത്തുള്ളവനാണ്. ത്രധീശ, 3 ഗുണങ്ങൾക്കും ഈശ്വരൻ. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അത് മായ, ആ മായയ്ക്കും അടിസ്ഥാനം ആരാണ്? ഭഗവാൻ തന്നെയാണ്. സ്വദൃഷ്ടിയ, തൻ്റേതായ ആ ജ്ഞാനത്തിലൂടെ തന്നിൽ തന്നെ ഇരിക്കുന്നു ഭഗവാൻ. സ്വന്തം ബുദ്ധിയിൽ തന്നിൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഉറച്ചിരിക്കുന്നു. ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ ആ തത്വത്തെ, അവരുടെ കർമ്മത്തിന് ഫലം കൊടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ, ജീവാത്മാക്കളുടെ ബുദ്ധിയവസ്ഥിതിയും, ബുദ്ധിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കി ദ്രഷ്ട, അവരുടെ സ്വഭാവത്തെയൊക്കെ കാണുന്നു, എല്ലാം കാണുന്നവനായിട്ടിരിക്കുന്നു. സ്ഥിതൗ, മാത്രമല്ല അധിമഖ വ്യതിരിക്ത ആസേ, കർമ്മങ്ങൾക്കൊക്കെ ഫലം കൊടുത്തും കൊണ്ടും ഭഗവാൻ ഇരിക്കുന്നു. കർമ്മഫലം തരുവത് ഈശ്വരനല്ലോ എന്ന് നമ്മൾ പറയുന്നില്ലേ? കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, കർമ്മഫലം തരുവത് ഈശ്വരനല്ലോ. കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ നൽകുന്നു. നമ്മൾ പ്രവർത്തിക്കണം, ഒക്കെ ഭഗവാൻ തരികയല്ല. നമ്മൾ കർമ്മം ചെയ്യുന്നു, അതല്ലേ ആ നമ്മുടെ പാലാഴി മഥനം കഥയിൽ പറയുന്നില്ലേ? പാലാഴി മഥനത്തിൽ സഹായേന മയാ ദേവ നിർബന്ധധ്വമതന്ത്രിത എന്നാ ഭഗവാൻ പറഞ്ഞത്. എൻ്റെ സഹായം ഞാൻ നിങ്ങൾക്ക് തരാം എന്നാ, ഞാൻ സഹായിക്കാം, നിങ്ങളും കടയാൻ നിൽക്കണം, എൻ്റെ സഹായവും നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അല്ലാതെ മുഴുവൻ ഭഗവാൻ ചെയ്തു തരുമൊന്നുമില്ല. നമ്മൾ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം ഭഗവാൻ തരുന്നു. താൻ പാതി ദൈവം പാതി. പക്ഷെ നമ്മൾ പ്രവർത്തിക്കും കൂടിയും വേണം. അപ്പം നമ്മുടെ പ്രവൃത്തിയുടെ ഫലം ഭഗവാൻ നൽകുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന പരമേശ്വരനെയാണ്, പരമാത്മസ്വരൂപത്തെയാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ പരമശിവൻ, പരമാത്മാ ഇങ്ങനെയൊക്കെയുള്ള പേരിൽ പറയുന്നത്. അപ്പം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ, അത് വളരെ പ്രധാനമാണ്. നിത്യ എന്നുള്ളവനാണ്, നിത്യമുക്തൻ, എന്നും സ്വതന്ത്രനായിട്ടിരിക്കുന്നു. ഈ എല്ലാ കാലത്തും ഉണ്ട് ഭഗവാൻ. പരിശുദ്ധ, പരിശുദ്ധൻ എന്താർത്ഥം? മായ കൊണ്ടുണ്ടാവുന്ന ഒരു മാലിന്യം പോലും, ഒരു കലർപ്പ് പോലും ആരിലില്ല. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഒരു കലർന്ന ഒരവസ്ഥ അതൊന്നും ഭഗവാനില്ല. എന്നാൽ സത്വഗുണത്തെ സ്വീകരിച്ച് വിഷ്ണുവായിട്ടും രജോ ഗുണത്തെ പരമാത്മാവ് സ്വീകരിക്കുമ്പോൾ ബ്രഹ്മാവായും തമോ ഗുണത്തെ സ്വീകരിക്കുമ്പോൾ മഹാവിഷ്ണു അല്ല പരമേശ്വരനായിട്ടും മാറി നിൽക്കുന്നു. ശൈവപുരാണം പറയുക സത്വഗുണത്തിൻ്റെ പ്രതീകം ആരാണ്? ശിവനാണ് എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, എന്തായാലും പ്രശ്നമില്ല. എന്തായാലും ആ ഈശ്വരാംശത്തെ, മായയുടെ അംശത്തെ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടി സ്ഥിതി മായാഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നവനെ പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിലോ ഭഗവാൻ വ്യതിരിക്തനാണ്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിർത്താം, 10 മിനിറ്റോട് നിർത്താം. നാട് കഴിഞ്ഞാൽ തീർത്താം, 5 മിനിറ്റോട് തീർക്കാം. കൂടസ്ഥ ആദിപുരുഷോ, പരമാത്മാവാണ്, ആദി ചൈതന്യമാണ്, ആദിപുരുഷനാണ്. എന്നാണ് ഭഗവാൻ ആരംഭിച്ചതെന്ന് പറയാൻ കഴിയുമോ? ഭഗവാൻ ഉണ്ടായില്ല എന്നാണ്, എന്നുള്ളവനാണ്, എല്ലാ കാലത്തും ഉള്ളവനാണ്. യദ് ബുദ്ധി അവസ്ഥിതി അഖണ്ഡിതയാ സുദൃഷ്ടിയാ, യദ് ബുദ്ധി അവസ്ഥിതി അഖണ്ഡിതയാ, 3 ഗുണങ്ങളുടെ അഖണ്ഡിതയാ അപരിച്ഛിന്നയായിരിക്കുന്ന സ്വദൃഷ്ടിയാ സ്വന്തം ജ്ഞാനത്താൽ ബുദ്ധി അവസ്ഥിതിയും ബുദ്ധിയുടെ സ്വഭാവത്തെ ദ്രഷ്ട കാണുന്നു. തൻ്റെ ആ
ജ്ഞാനത്താൽ, ജ്ഞാനശക്തിയാൽ, അപാരമായ ആ ജ്ഞാനശക്തിയാൽ മനുഷ്യരുടെ ജീവാത്മാക്കളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഭഗവാൻ രക്ഷിക്കുന്ന ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മഫലദാതാവായും നിൽക്കുന്നു. ഉപനിഷത്തിൽ തന്നെ പറയും, യാഥാതഥ്യതോ അർത്ഥാൻ വ്യതഥാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് ഈശാവാസ്യോപനിഷത്തിൽ കാണാം. എങ്ങനെ വേണോ അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത്, ഏത് തരത്തിലാണോ ഓരോന്നും മുന്നോട്ട് പോകേണ്ടത്, അതേപോലെ ഭഗവാൻ ഈ പ്രപഞ്ചചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേവലമായിട്ട് നിൽക്കുമ്പോഴോ പ്രപഞ്ചവുമില്ല, പ്രപഞ്ച കാരണമായ ഈശ്വരനുമില്ല, പരമാത്മസ്വരൂപം മാത്രം. അത് വേറൊരു ഭാവം. മായയെ അതിക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധനായ ഭഗവാനെ കേവലഭാവത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധ ശക്തയ ആനുപൂർവ്യാൽ തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യമാനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. എന്താ ഭാഗവത്തിൽ ആ ശ്ലോകം? നല്ല 916 ശ്ലോകങ്ങളാണ്. അതിൽ അങ്ങനെയും പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പറയാം. 916 അല്ല, 24 കാരറ്റ് തന്നെ. അത്ര ഗംഭീര ശ്ലോകങ്ങളാണ്. യസ്മിൻ യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധ ശക്തയ ആനുപൂർവ്യാത് തദ് ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യസ്മിൻ എന്ന് പറഞ്ഞാൽ യാതൊരുവനിൽ, യാതൊരു പരമാത്മാവിലാണോ വിരുദ്ധഗതയ, വിരോധമുള്ള എല്ലാ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളായ വിഷയങ്ങൾ ഇത് മുഴുവൻ അനിശം പതന്തി എപ്പോഴും ചേർന്നിരിക്കുന്നു. നമ്മുടെ സഹസ്രനാമങ്ങളിലും വേദമന്ത്രങ്ങളിലൊക്കെ ഈ ആശയം കാണാൻ കഴിയും. ഭഗവാനെ കുറിച്ച് പറയുമ്പം ചൂടാണ് എന്ന് പറയും, ഉടനെ തന്നെ എന്തും പറയും തണുപ്പാണ് എന്നും പറയും. കാരണം ചൂടിൽ മാത്രമാണോ ഭഗവാനുള്ളത്? ചൂടിന് ചൂടായിട്ടും തണുപ്പിന് തണുപ്പായിട്ടും, അണുവിൽ അണുവായിട്ടും, വലുപ്പമുള്ളതിൽ വലുപ്പമുള്ളതായിട്ടും. അണു ബൃഹത് കൃശസ്ഥൂല, അണുവാണ് ഭഗവാൻ, ബൃഹത്താണ് ഭഗവാൻ, കൃശനാണ്, മെലിഞ്ഞും കൊണ്ടാണ് എന്ന് പറയാം. മെലിഞ്ഞും കൊണ്ടാണോ ഭഗവാൻ? അല്ല, തടിച്ചും കൊണ്ടുമാണ് ഭഗവാൻ. പുരുഷനാണ് ഭഗവാൻ, പുരുഷൻ മാത്രമാണോ? അല്ല, സ്ത്രീയാണ്. ത്വം പുമാൻ അങ്ങനെ പറയും. അങ്ങ് പുരുഷനാണെന്ന് പറയും, ഉടനെ എന്ത് പറയും? സ്ത്രീയാണെന്ന് പറയും. ത്വം കുമാരഹ, അങ്ങ് യുവാവാണ്. ഉതവാ കുമാരി, അങ്ങ് കുമാരിയുമാണ്. കാരണം എല്ലാമാണ് അർത്ഥം. സ്ത്രീകളുടെ സ്ത്രീത്വമായതും പുരുഷന്മാരുടെ പൗരുഷമായിട്ടും മനുഷ്യന്മാരുടെ മനുഷ്യത്വമായിട്ടും മൃഗങ്ങളുടെ മൃഗത്വമായിട്ടും എല്ലാമായിട്ട്, സൂര്യൻ്റെ പ്രകാശമായിട്ടും ചന്ദ്രൻ്റെ ശീതളിമയായിട്ടും ദേവീഭാഗവത്തിലും കാണാം. കോടിസൂര്യപ്രതീകാശ ചന്ദ്രകോടിസു ശീതള ഈഷദ്ഹാസ്യ പ്രസന്നാസ്യ ഭക്താനുഗ്രഹ കാതര. ദേവിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. കോടിസൂര്യപ്രതീകാശ, കോടിക്കണക്കിന് സൂര്യനെ പോലുള്ള പ്രകാശം അവിടത്തേക്കുണ്ട്. അതേപോലെ ചന്ദ്രകോടി സുശീതള, കോടിചന്ദ്രനെ പോലെ തണുപ്പുള്ളതുമാണ്. ചൂടും തണുപ്പും ഒക്കെ ഭഗവാനിലുണ്ട്. ഓരോരോ മൂർത്തി സങ്കല്പങ്ങളിലും ആ പരബ്രഹ്മത്തിൻ്റെ ഭാവം മുഴുവൻ സമ്മേളിച്ചതായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഓരോരോ മൂർത്തികളിലും കാണാൻ കഴിയും. അപ്പം ശിവൻ്റെ ആ സ്വരൂപം എടുത്ത് നോക്കൂ. ത്രിലോകദഹനനായ അഗ്നി ഭഗവാനിലുണ്ട്, അമൃതകിരണനായ ചന്ദ്രനും ഭഗവാനിലുണ്ട്, തണുത്ത ആ ഗംഗയും ആരിലുണ്ട്? ശിവനിലുണ്ട്. തണുപ്പിൻ്റെ ആ ഗംഗ, എന്താ ഗംഗയെ കുളിക്കുന്ന സമയത്തുള്ള ആ ഒരു സുഖം, ശീതളം, തണുപ്പ് അതുകൊണ്ട്. അതേപോലെ തന്നെ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന തീയും അതും ഭഗവാനിലുണ്ട്. ചൂടും തണുപ്പും ഒക്കെ ഭഗവാനിലുണ്ട്. ഭഗവാൻ ചെറുതുവാണെന്ന് പറയാം, വലുതുവാണെന്ന് പറയാം. നമോ പൂർവജായ ച അപരജായ ച നമോ മധ്യമായ ച അപഗൽഭായ ച നമ വാമന ബൃഹതേജ വർഷീയസേജ. അങ്ങ് ചെറുതാണ്, വലുതുമാണ്. വേദമന്ത്രങ്ങളിൽ തന്നെ അതൊക്കെ കാണാം. ശ്രീരുദ്രത്തിലൊക്കെ കാണാം. വാമനനാണ് അവിടുന്ന്. വാമനൻ തന്നെയാണ് ത്രിവിക്രമനായിട്ട് മാറിയത്. ചെറുതും വലുതും ഒക്കെ ആരാണ്? എല്ലാ വിരുദ്ധങ്ങളും ഭഗവാനിൽ ഒരേപോലെ. കാരണം എന്താണ്? ഇതിലൊക്കെ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നുണ്ടേ.
ഭഗവാൻ ശിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഭഗവാൻ നന്മയുടെ മൂർത്തിയാണ് എന്ന് പറഞ്ഞാലോ തിന്മകളൊക്കെ ഈ ലോകത്തിലില്ലേ. അപ്പോൾ തിന്മയുടെ പ്രതീകമായിട്ട് ആര് വേണ്ടി വരും? ഒരു ചെകുത്താൻ വേറെ വേണ്ടി വരും. അതാണ് കുഴപ്പമാവുക. അപ്പോൾ ചെകുത്താനെ ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം വരും. ആരാ ചെകുത്താനെ സൃഷ്ടിച്ചത്? ഭഗവാനാണ്. അപ്പം ഭഗവാനാണ് ഏറ്റവും വലിയ ചെകുത്താന്ന് വരും. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ദ്വന്ദ്വമുണ്ടോ ആ ദ്വന്ദ്വങ്ങളിലൊക്കെ ആര് വ്യാപിച്ചിരിക്കുന്നു? ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പം തിന്മ ഉണ്ടെങ്കിൽ തിന്മയും ഭഗവാൻ, ദുഷ്ടണ്ടെങ്കിൽ ദുഷ്ടനും ഭഗവാൻ, ദുഷ്ടനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന പോലീസും ആരാണ്? കള്ളണ്ടേ കള്ളനും ഭഗവാൻ, കള്ളനെ പിടിക്കാൻ നോക്കുന്ന പോലീസും ആരാണ്? അതും ഭഗവാൻ തന്നെ, ഒക്കെ ഭഗവാൻ തന്നെ. അവിടെയാണ് ആ ഒരു വിശാലത. അതാണ് അദ്വൈതം. എല്ലാം ആരാണ്? ഭഗവാൻ തന്നെ. സർവവും ഭഗവാനാണ്. ധർമ്മം അധർമ്മം അതും ഭഗവാനാണ്. അധർമ്മത്തെ ഇല്ലാതെയാക്കുന്ന പ്രവൃത്തി അതും ഭഗവാൻ തന്നെ. ഇതൊക്കെ ഇതൊന്തൊക്കെ ലോകത്തിലുണ്ടേ. എല്ലാം ഇല്ലാതെയായും കൊണ്ട് ഒരു അധർമ്മവും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. അധർമ്മം ഉണ്ടെങ്കിൽ അതും ഭഗവാൻ. ആ അധർമ്മത്തെ നീക്കുന്ന പ്രവർത്തനമോ അതും ഭഗവാൻ. അങ്ങനെ നീക്കുന്നവരോ അതും ഭഗവാൻ. എല്ലാം ഈശ്വരൻ തന്നെ. തദ് ബ്രഹ്മ, അങ്ങനെയുള്ള ആ ബ്രഹ്മം വിശ്വഭവമേകമനന്തമാദ്യം, ഈ വിശ്വത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമാണ്. ഏകമാണത്, അനന്തമാണത്, അവസാനമില്ലാത്തതാണ്. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അത്രയാ വലുപ്പം എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. ആദ്യമേ ഉള്ളതാണ്. ആദ്യമേ ഉള്ളത് എന്ന് പറയാൻ യാതി എന്നൊരവസ്ഥ ഇല്ല. അനാദി എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുക. അനാദി എന്നാണ് ഇത് തുടങ്ങിയത് എന്നൊന്നും പറയാൻ കഴിയില്ല. പരമാത്മാ അതുപോലെ മായയാൽ സംഭവിച്ച സൃഷ്ടി, പ്രപഞ്ചം അഥവാ ജീവാത്മാ, ഇതൊക്കെ എന്താണ്? അനാദിയാണ് എന്നാണ്. എന്ന് തുടങ്ങി എന്നൊന്നും പറയാൻ കഴിയില്ല. ആനന്ദമാത്രം അവികാരമഹം പ്രപദ്യേ, ആ പരമാത്മാവോ നിത്യമായ ആനന്ദമാണ്. സുഖദുഃഖങ്ങൾക്കും അതീതമായി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ സുഖവുമില്ല ദുഃഖവുമില്ല, രണ്ടിനും അതീതമായി നിൽക്കുന്ന ആ അവസ്ഥ, അതാണ് ആനന്ദം. സുഖങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? ക്ഷണികങ്ങളാണ്. ആ ആനന്ദം ക്ഷണികമല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്, ഒരിക്കലും നശിക്കുന്നില്ല, എപ്പോഴും ഉള്ളതാണ്. ആനന്ദമാത്രം ശാന്തി, എന്നാണ് ആനന്ദം. അവികാരമഹം പ്രപദ്യേ, വികാരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളൊന്നുമില്ലാതെ എന്നും കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമഃ. കത്തുന്ന വിളക്ക് പോലെ എപ്പോഴും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ നാരായണൻ. സത്യാശിഷോ ഹി ഭഗവൻ സ്തവ പാദപത്മമാശീസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. സത്യാശിഷോ ഹി ഭഗവൻ തവ പാദപത്മം ആശീസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകം അനുഗ്രഹകാതരോസ്മാൻ. ഭഗവാനെ വിളിക്കുകയാണ് പുരുഷാർത്ഥമൂർത്തേ. പുരുഷാർത്ഥ സ്വരൂപനായിട്ടിരിക്കുന്ന സത്യാശിഷാഹ, സത്യമായ ആഗ്രഹത്തോടു കൂടിയവനായിട്ടിരിക്കുന്ന സത്യാശിഷാഹ, സത്യമായ ആഗ്രഹത്തോടു കൂടിയവനുമായിരിക്കുന്ന. എന്താ അർത്ഥം? ഭഗവാൻ സത്യസ്വരൂപമാണ്. സത്യമേവ ജയത്തെ എന്നല്ലേ? സത്യമേവ ജയത്തെ. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ പര്യായമാണ് സത്യം എന്നുള്ളത്. സത്യം ശുദ്ധം വിബുദ്ധം. സത്യം ഉണ്മ, ഉള്ളത്. ഭഗവാൻ തന്നെയാണ് സത്യം അല്ലേ? ഭഗവാന്റെ ഭാവമാണ് സത്യം, ഉള്ളത് എന്നുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ആ ഉണ്മ എന്നുള്ള ആ ഭാവത്തെ നമ്മൾ സ്വന്തം ജീവിതത്തിലും ആ മൂല്യത്തെ ഉള്ളത് പറയുക, ഉള്ളത് ചെയ്യുക, ഉള്ളത്, അതാണ് ആ ഭാവത്തെ ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് സത്യസ്വരൂപനെ വേഗത്തിൽ പ്രാപിക്കാൻ കഴിയും. അതാണ് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞത്. സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ആ സത്യസ്വരൂപത്തെ പ്രാപിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞത്. സത്യസ്വരൂപനാണ് അവിടുന്ന്. അങ്ങയുടെ ആ പാദപത്മത്തെ തഥാ അനുഭജത,
ആരാണോ ഭജിക്കുന്നത്, നിരന്തരമായി ഭജിക്കുന്നത്, അവർക്ക് സർവൈശ്വര്യപൂർണനായ ഭഗവാനെ അവിടുന്ന് വാശ്രാച്ചാൽ പശു, വാശ്രാച്ചാൽ പശു, കുട്ടിയോടുകൂടി നിൽക്കുന്ന പശു, അതാണ് വാശ്ര എന്ന് പറയാം. ബത്സകം ഇവ, തൻ്റെ കുട്ടിയെ രക്ഷിക്കുന്നത് പോലെ, അമ്മ പശു എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ രക്ഷിക്കുന്നത് അതുപോലെ ദീനാൻ അസ്മാൻ, ദീനരായ സംസാര സാഗരത്തിൻ്റെ വിഷമം കൊണ്ട് ദീനരായിട്ടിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹകാതരഹ, അനുഗ്രഹിപ്പാൻ രക്ഷിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു, എപ്പോഴും നടക്കുന്നു. ആ സംസാര സാഗരത്തിൽപ്പെട്ടവരെ കൈപിടിച്ചുയർത്തി അവർക്ക് ഏറ്റവും വലിയ പരമാനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ സത്യസ്വരൂപമായ അങ്ങയിലേക്ക് എത്തിക്കുന്നു. അതും ആരാണ്? അവിടുന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് എന്നിൽ എപ്പോഴും ആ കരുണ കാണിക്കണേ. എന്നോട് ആ അമ്മ പശു എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് അതുപോലെ ആ ഭക്തനായ എന്നോട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ അവിടുന്ന് ഇങ്ങോട്ടും ആ ഒരു അനുകമ്പ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ധ്രുവൻ തൻ്റെ സ്തുതി അവിടെ ഇങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇതാണ് ചുരുക്കത്തിൽ ധ്രുവസ്തുതി.